Good evening. This is Akshaya. I had an All India rank of 2627 in the year 2020. Now I am doing MBBS in AIMS Nagpur. In our chapter 12 mineral nutrition NCERT etc. questions part 2 ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി MCQ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തിരുന്നു. ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ 9th ക്വസ്റ്റ്യൻ തൊട്ടാണ് നമ്മൾ ഇന്ന് സോൾവ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഇസ് കോമൺ ടു നെപ്പന്തസ്, യൂട്രിക്കുലേറിയ ആൻഡ് റോസീറ വിത്ത് റിഗാർഡ് ടു മോഡ് ഓഫ് ന്യൂട്രിഷൻ. അപ്പൊ ഈ 3 എക്സാമ്പിൾസ് തന്നിട്ട് ഇവരുടെ മോഡ് ഓഫ് ന്യൂട്രിഷൻ എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ നമ്മൾ ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് പഠിച്ചപ്പോൾ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് കണ്ടവർ ആരൊക്കെയാണ്? നെപ്പന്തസ്, യൂട്രിക്കുലേറിയ ആൻഡ് റോസീറ. നെപ്പന്തസിന്റെ 2 ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പിക്ചർ പ്ലാന്റിന്റെ എങ്ങനെയാണ് മോഡിഫിക്കേഷൻ നടന്നിരിക്കുന്നത്, എങ്ങനെയാണ് അവർ ഇൻസെക്ട്സിനെ ഡൈജസ്റ്റ് ചെയ്യുന്നത്, ആൻഡ് ഡൈജസ്റ്റ് ചെയ്ത് അവരുടെ നൈട്രജൻ കണ്ടന്റ് എങ്ങനെയാണ് അക്വയർ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം അറിയണം. പ്ലാന്റ്സ് വിച്ച് ഫീഡ് ഓൺ ഇൻസെക്ട്സ് ഫോർ ഫുൾഫിൽമെന്റ് ഓഫ് ദ ന്യൂട്രിഷണൽ റിക്വയർമെന്റ്സ്. അങ്ങനെ ഇൻസെക്ട്സിനെ കഴിച്ച് ഡൈജസ്റ്റ് ചെയ്ത് അവരുടെ ഉള്ളിലെ ഡൈജസ്റ്റീവ് ജ്യൂസസ് കൊണ്ട് അവർ ന്യൂട്രിഷൻ റിക്വയർമെന്റ് മീറ്റ് ചെയ്യുന്നു. എക്സാമ്പിൾസ് ആണ് ക്വസ്റ്റനിൽ തന്ന 3 എക്സാമ്പിൾസും. ഇനി അവര് ഇൻസെക്ടിവോറസ് ആയതുകൊണ്ട് അവർ ഓട്ടോട്രോഫിക് ആണോ എന്നുള്ളൊരു ഡൗട്ട് ജനറലി തോന്നാം. അപ്പൊ എന്ത് പറയണം? ഓൾദോ ദേ ആർ ഓട്ടോട്രോഫിക്, അവര് ഓട്ടോട്രോഫിക് ആണ്, പക്ഷെ അവർക്ക് ഇൻസെക്ടിവോറസ് അല്ലെങ്കിൽ ഇൻസെക്ട് ട്രാപ്പിംഗ് മെക്കാനിസം അവർ മോഡിഫൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ആൻഡ് അവർ എവിടെയാണ് കോമൺലി കാണുന്നത്? സോയിൽ ഡെഫിഷ്യന്റ് ഇൻ നൈട്രജൻ. അതായത് അവര് കൂടുതൽ കാണപ്പെടുന്ന റീജിയൻസിലെ സോയിലിന് നൈട്രജൻ കണ്ടന്റ് കുറവായിരിക്കും. അപ്പോ അവരെങ്ങനെയായിരിക്കും ഈ നൈട്രജൻ കണ്ടന്റ് മീറ്റ് ചെയ്യാന്ന് ആലോചിച്ച് ഉണ്ടായി വന്ന മോഡിഫിക്കേഷൻ ആണ് ട്രാപ്പിംഗ് ഇൻസെക്ട്സ് ആൻഡ് ദെയർ ബൈ അക്വയറിംഗ് നൈട്രജൻ. അപ്പോ ഇവരുടെ മോഡ് ഓഫ് ന്യൂട്രിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയാൻ പറ്റും? ദേ ആർ ബോത്ത് ഓട്ടോട്രോഫിക് ആൻഡ് ഹെട്രോട്രോഫിക്. അല്ലാണ്ട് വെറും ഹെട്രോട്രോഫിക് എന്നോ മാത്രം പറയാനും പറ്റില്ല. അവരെങ്ങനെയാണ് ഓട്ടോട്രോഫിക്കും കൂടിയാണ് അവരുടെ മോഡ് ഓഫ് ന്യൂട്രിഷൻ. ഇതാണ് 9th ക്വസ്റ്റ്യൻ ആൻസർ. ഇനി 10th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് പ്ലാന്റ്സ് വിത്ത് സിങ്ക് ഡെഫിഷ്യൻസി ഷോ റെഡ്യൂസ്ഡ് ബയോസിന്തസിസ് ഓഫ് ഡാഷ്. അപ്പോ സിങ്ക് ഡെഫിഷ്യൻസി വരുമ്പോൾ ഏതിന്റെ സിന്തസിസ് ആണ് കുറയുന്നത്? അതായത് സിങ്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള എന്തിന്റെ സിന്തസിസിനാണെന്നാണ് ക്വസ്റ്റ്യൻ ഇൻഡയറക്ട്ലി ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി പ്ലാൻ ഗ്രോത്തും പ്ലാൻ ഹോർമോൺസ് ഒക്കെ പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു. ഓക്സിൻ എന്ന് പറഞ്ഞൊരു എന്തുണ്ട്? പ്ലാന്റിന്റെ ഗ്രോത്ത് ഹോർമോൺ ഉണ്ട്. ആൻഡ് ഈ ഓക്സിന്റെ പ്രത്യേകത എന്താ? ഓക്സിന് ഏറ്റവും ആവശ്യം എന്താണ്? സിങ്ക് എന്ന് പറഞ്ഞ മിനറല് ആവശ്യമുണ്ട്. സോ വിതൗട്ട് സിങ്ക് അല്ലെങ്കിൽ സിങ്കിന്റെ ഡെഫിഷ്യൻസി വന്നാല് സിന്തസിസ് ഓഫ് ഓക്സിനും എങ്ങനെയാണ്? ഇൻഹിബിറ്റഡ് ആവും അല്ലെങ്കിൽ അഫക്റ്റഡ് ആവും നമുക്ക് പറയാൻ പറ്റും. അപ്പൊ സിങ്ക് ഇസ് എ മൈക്രോ ന്യൂട്രിയന്റ് വിച്ച് ഇസ് എസെൻഷ്യൽ ഫോർ ദ സിന്തസിസ് ഓഫ് ഓക്സിൻസ് ആൻഡ് ഓൾസോ ഫോർ ആക്ടിവേറ്റിംഗ് കാർബോക്സിലേസസ് എന്ന് പറയുന്ന എൻസൈം ഗ്രൂപ്പിന്. അപ്പൊ ഈ 2 സാധനങ്ങളുടെ ആക്ടിവേഷനും സിന്തസിസിനും എന്ത് വേണം? സിങ്ക് എന്ന് പറയുന്ന മൈക്രോ ന്യൂട്രിയന്റ് ആവശ്യമുണ്ട്. ഇനി സിങ്ക് ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ നമുക്ക് പ്ലാന്റ്സിൽ ഏതൊക്കെ രീതിയിലുള്ള സിംറ്റംസ് ആണ് കാണാൻ പറ്റുക എന്ന് വെച്ചാൽ എന്ത് പറയാൻ പറ്റും? സിങ്ക് ഡെഫിഷ്യൻസി വന്നാൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? നമ്മുടെ പ്ലാന്റ്സിന്റെ ഇന്റർനോഡ്, അതായത് സ്റ്റെമ്മിലുള്ള 2 നോഡ് എന്ന് പറഞ്ഞ റീജിയൻസിന്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ്, അതായത് ഇന്റർനോഡ് ഷോർട്ടൻഡ് ആയി പോവും. ആൻഡ് ഓൾസോ ലീവ്സും അവരുടെ ഷോർട്ടൻഡ് ആയി പോവും. അപ്പൊ സ്റ്റണ്ടഡ് ഗ്രോത്ത് പോലെ നമുക്ക് കാണാൻ പറ്റും. ഇനി സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ലീഫ് എടുത്ത് നോക്കിയാൽ പതുക്കെ നമുക്ക് മോട്ട്ലിംഗ് കാണാൻ പറ്റും. അതായത് ഡ്രൈഡ് അപ്പ് റീജിയൻസിൽ, അതായത് നെക്രോട്ടൈസിങ് റീജിയൻസ് അല്ലെങ്കിൽ ഡെഡ് ടിഷ്യൂ പോലെ നമുക്ക് മോട്ട്ലിംഗ് കാണാൻ പറ്റും ലീവ്സിൽ. ഇനി കൈറ ഡിസീസ് ഓഫ് റൈസ് എന്ന് പറയുന്നതും കോസ് ചെയ്യുന്നത് ഏതിന്റെയാണ്? സിങ്ക് ഡെഫിഷ്യൻസി ആണ് പോസിറ്റീവ് റീസൺ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഈ 3 കേസസിലും ആരാണ് പോസിറ്റീവ് ഏജന്റ് എന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റും സിങ്കിന്റെ ഡെഫിഷ്യൻസി ആണ്. അപ്പോ ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്തായിരിക്കും? ഡെഫിഷ്യൻസി ഓഫ് സിങ്ക് ആണ് റിസൾട്ടിങ് ഇൻ ഡിക്രീസ്ഡ് ബയോസിന്തസിസ് ഓഫ് ഡാഷ് ഇൻ പ്ലാന്റ്സ് ഓക്സിൻ എന്ന് പറയുന്ന പ്ലാന്റ് ഗ്രോത്ത് ഹോർമോൺ. ഫൈനൽ ആൻസർ ബി ഓക്സിൻ. അപ്പൊ ഇവിടെ എന്ത് എഴുതാൻ പറ്റും? ഓക്സിൻ നമുക്ക് എഴുതാൻ പറ്റും. ഇനി 11th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന യെല്ലോയിഷ് എഡ്ജസ് അപ്പിയർ ഇൻ ലീവ്സ് ഡെഫിഷ്യന്റ് ഇൻ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏത് ഡെഫിഷ്യൻസിയിലാണ് യെല്ലോയിങ് ഓഫ് എഡ്ജസ് ഓഫ് ലീവ്സ് നമുക്ക് കാണാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പറയാൻ പറ്റും? നമുക്കറിയാം, നമ്മൾ പഠിച്ചിരുന്നു ഈ മെക്കാനിസം ഇൻ വിച്ച് ലീവ്സിന്റെ യെല്ലോയിങ് കാണുന്നത്. അത് ഏതിലാണ്? ഇൻ ക്ലോറോസിസ്. അപ്പൊ അത് ആദ്യം അറിഞ്ഞിരിക്കുക. ക്ലോറോസിസിലാണ് യെല്ലോയിങ് ഓഫ് ലീവ്സ് കാണുന്നത്. ആൻഡ് ഈ ക്ലോറോസിസിന്റെ മെയിൻ റീസൺ എന്തൊക്കെയാണ്? എന്തിന്റെ ആബ്സെൻസ് കാരണമാണെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റും
ഡ്യൂ ടു ആബ്സെൻസ് അല്ലെങ്കിൽ ലാക്ക് ഓഫ് ക്ലോറോഫിൽ. അതായത് നമുക്കറിയാം ഗ്രീൻ കളർ ഇമ്പാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ക്ലോറോഫിൽ കണ്ടെയ്നിങ് ആയതുകൊണ്ടാണ് പ്ലാന്റ്സിന് ഗ്രീൻ കളർ. ആൻഡ് ഇതിന്റെ ആബ്സെൻസ് അല്ലെങ്കിൽ ലാക്ക് ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ക്ലോറോസിസ് എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് പ്ലാന്റ്സ് നീങ്ങും. ഇനി ഈ ക്ലോറോസിന്റെ ഡെഫിഷ്യൻസി ഏതൊക്കെ എലമെന്റ്സിന്റെ ഡെഫിഷ്യൻസി കാരണമാണ് ഉണ്ടാവുന്നത് വെച്ചാൽ എന്തൊക്കെ പറയാൻ പറ്റും? ഈ ഓരോ എലമെന്റും ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവരും ഇരിക്കുക. അതായത് നൈട്രജൻ, പൊട്ടാഷ്യം, മാഗ്നീഷ്യം, സൾഫർ, അയൺ, മാംഗനീസ്, സിങ്ക് ആൻഡ് മോളിബ്ഡിനം. ഈ ഓരോ എക്സാമ്പിൾ അറിഞ്ഞിരിക്കുക. ഏത് വേണമെങ്കിലും ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കാം. അപ്പൊ ഏതെങ്കിലും ഒരു നിമോണിക് എന്തെങ്കിലും വെച്ച് ഈ എല്ലാ എക്സാമ്പിൾസും അറിഞ്ഞിരിക്കുക. 8 എലമെന്റ്സ് കുറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ ക്ലോറോസിസ് ഉണ്ടാവുമെന്ന് മനസ്സിലാക്കി വെക്കുക. മാർജിനൽ അല്ലെങ്കിൽ എപ്പൈക്കൽ യെല്ലോയിങ് മോസ്റ്റ് കോമൺലി കാണുന്ന വേറൊരു അവസ്ഥയാണ് പൊട്ടാഷ്യം ഡെഫിഷ്യൻസി. അതായത് പൊട്ടാഷ്യം ഡെഫിഷ്യൻസിയും ക്ലോറോസിസും ക്വൈറ്റ്ലി ഇന്റർലിങ്ക്ഡ് ആണ്. കാരണം അവർ മോസ്റ്റ്ലി പൊട്ടാഷ്യം ഡെഫിഷ്യൻസി വന്നാൽ ക്ലോറോസിസ് ആയിട്ട് പ്ലാന്റ്സ് പ്രസന്റ് ചെയ്യും. ആൻഡ് പൊട്ടാഷ്യം എന്തിനൊക്കെയാണ് വേണ്ടതെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ്? റൂട്ട് ടിപ്പില്, മെറിസ്റ്റമാറ്റിക് ടിഷ്യൂസില്, ലീവ്സില്, ബഡ്സില്, അതായത് ഗ്രോയിങ് റീജിയൻസിൽ മെയിൻലി പൊട്ടാഷ്യം ഏറ്റവും ആവശ്യമുള്ള എലമെന്റ് ആണ്. ആൻഡ് ഹൗ ഡസ് ഇറ്റ് ഹെൽപ്പ്? ഇറ്റ് ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ആനയോൺ കാറ്റയോൺ ബാലൻസ് ആൻഡ് ടർജിഡിറ്റി ഇൻ ദി സെൽസ്. അത് മാത്രമല്ല എൻസൈം ആക്ടിവേഷനും ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? പൊട്ടാഷ്യം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഇൻ കേസ് ഓഫ് ഡെഫിഷ്യൻസി ലീവ്സിന്റെ പൈക്കൽ യെല്ലോയിങ് അല്ലെങ്കിൽ മാർജിനൽ യെല്ലോയിങ് നമുക്ക് സിംറ്റം ആയിട്ട് കാണാൻ പറ്റും. ഇപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് യെല്ലോയിഷ് എഡ്ജസ് അപ്പിയർ ഇൻ ലീവ്സ് ഡെഫിഷ്യന്റ് ഇൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇത്രയും എക്സാമ്പിൾസ് ഉണ്ട്, പക്ഷെ മോസ്റ്റ് കോമൺലി നമുക്ക് പൊട്ടാഷ്യം കോസിംഗ് ക്ലോറോസിസ് നമുക്ക് എഴുതിയെടുക്കാൻ പറ്റും. ഇനി 12th ക്വസ്റ്റ്യൻ, നെയിം ദി മാക്രോന്യൂട്രിയന്റ് വിച്ച് ഇസ് എ കോമ്പണന്റ് ഓഫ് ഓൾ ഓർഗാനിക് കമ്പൗണ്ട്സ് ബട്ട് ഇസ് നോട്ട് ഒബ്റ്റെയിൻഡ് ഫ്രം സോയിൽ. അതായത് ഇതേ സെയിം സെന്റൻസ് NCERT-യിലുണ്ട്. അതായത് മാക്രോന്യൂട്രിയൻസ് നീഡഡ് ബൈ പ്ലാന്റ്സിന് ഒരു കൂട്ടം ലിസ്റ്റ് തന്നിട്ടുണ്ട്. ആൻഡ് among those ഏതാണ് വിച്ച് ഇസ് നോട്ട് ഒബ്റ്റെയിൻ ഫ്രം സോയിൽ. അപ്പൊ നമുക്ക് അത് ഈസി ആയിട്ട് ഗസ് ചെയ്യാൻ പറ്റും. ഏതാണ്? കാർബൺ ആണ് ദ മാക്രോന്യൂട്രിയൻ ആൻഡ് അതൊരു എസെൻഷ്യൽ എലമെന്റ് ആണ്. ആൻഡ് എല്ലാ ഓർഗാനിക് കമ്പൗണ്ട്സിലും കാർബണിന്റെ പ്രസൻസ് ഉണ്ട് അല്ലെങ്കിൽ എസെൻഷ്യൽ കോമ്പണന്റ് ആണ്. ആൻഡ് ഈ കാർബൺ എങ്ങനെയാണ് പ്ലാന്റ്സ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്? അറ്റ്മോസ്ഫിയറിൽ നിന്നാണ്, നോട്ട് ഫ്രം സോയിൽ, ഇൻ ദി ഫോം ഓഫ് കാർബൺ ഡയോക്സൈഡ്. ബാക്കി മിനറൽസ് റൂട്ട്സിൽ നിന്ന് അബ്സോർബ് ചെയ്തെടുക്കുന്നത് പോലെയല്ല കാർബൺ പ്ലാന്റ്സ് അക്വയർ ചെയ്യുന്നത്. അത് അറ്റ്മോസ്ഫിയറിക് കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്തിട്ടാണ് അസിമിലേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഇസ് നോട്ട് ഫ്രം സോയിൽ. ഇനി 13th ക്വസ്റ്റ്യൻ, നെയിം വൺ നോൺ സിംബയോട്ടിക് നൈട്രജൻ ഫിക്സിംഗ് കാരിയോ പ്രോകാരിയോൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നൈട്രജൻ ഫിക്സിംഗ് ആയിട്ടുള്ള പ്രോകാരിയോട്സിന് നമുക്ക് എത്രയോ അറിയാം, പക്ഷെ നോൺ സിംബയോട്ടിക്കിന്റെ എക്സാമ്പിൾസ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് പറയാൻ പറ്റും? ഒരൊറ്റ വാക്കിൽ ആൻസർ പറയുകയാണെങ്കിൽ നമ്മൾ പഠിച്ച നോൺ സിംബയോട്ടിക് അഥവാ ഫ്രീ ലിവിംഗ് ആയിട്ട് നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ ആണ് അസോട്ടോ ബാക്ടർ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോ നൈട്രജൻ ഫിക്സിങ്ങിന് ഇൻവോൾവ് ആയിട്ടുള്ള ബാക്ടീരിയാസ് നമുക്കറിയാം, സൈനോ ബാക്ടീരിയ നമുക്കറിയാം. ആൻഡ് ഇവരെങ്ങനെയാവാം? ദേ കൻ ഈദർ ബി ഫ്രീ ലിവിംഗ് അല്ലെങ്കിൽ സിംബയോട്ടിക് ആവാൻ പറ്റും. ഇനി അതിന്റെ മോസ്റ്റ് കോമൺ ആൻസർ എന്ന് പറയുന്നത് അസോട്ടോ ബാക്ടർ ആണ്. ഇനി നോൺ സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഷനെ പറ്റി, നോൺ സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഷനെ പറ്റി ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണെങ്കിൽ നമുക്കറിയാം, എന്ത് അറ്റ്മോസ്ഫിയർ എടുത്ത് നോക്കിയാൽ അതിൽ അറൌണ്ട് 80% അറ്റ്മോസ്ഫിയറിലെ 80% ആരാണ്? നൈട്രജൻ ഗ്യാസ് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷെ പ്ലാന്റ്സിന് എങ്ങനെയാണ്? ഈ അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഗ്യാസിനോട് എങ്ങനെ അവർക്ക് അബ്സോർബ് ചെയ്യാനോ അല്ലെങ്കിൽ ആക്സസിബിൾ അല്ല പ്ലാന്റ്സിന്റെ നീഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പൊ എന്ത് പറ്റും? അവർക്ക് ചില മോഡിഫിക്കേഷൻസ് ഉണ്ട്. ആൻഡ് ഇവർക്ക് കുറച്ച് ഹെൽപ്പേഴ്സ് ഉണ്ട് പ്ലാന്റ്സിന്, വിച്ച് ആർ സർട്ടൻ കൈൻഡ് ഓഫ് ബാക്ടീരിയ. ഈ ബാക്ടീരിയ എന്ത് ചെയ്യുന്നു? നമ്മുടെ അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ വിച്ച് ഇസ് അൺആക്സസിബിൾ ടു പ്ലാന്റ്സിനെ കൺവേർട്ട് ചെയ്യുന്നു ഇൻടു അമോണിയ. അറ്റ്മോസ്ഫിയറിക് നൈട്രജന് അമോണിയ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആൻഡ് അമോണിയ എങ്ങനെയാണ്? നമുക്കറിയാം, അമോണിയ can be used by plants to meet their requirements. അപ്പോ ഇതിനെ ഹെൽപ്പ് ചെയ്യുന്ന ബാക്ടീരിയനെ ഏതൊക്കെയാണെന്ന് എടുത്താൽ നമുക്ക് 2 ടൈപ്പ് കിട്ടും. ഒന്ന് ഫ്രീ ലിവിംഗ്, അല്ലെങ്കിൽ ഫ്രീ ലിവിങ്ങിന്റെ വേറെ പേരാണ് നോൺ സിംബയോട്ടിക്. ആൻഡ് സെക്കൻഡ് വൺ എന്താണ്?
നോൺ ഫ്രീ ലിവിങ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, സിംബയോട്ടിക് ബാക്ടീരിയ എന്ന് പറയാൻ പറ്റും. ചില സൈനോബാക്ടീരിയ, പിന്നെ അസോട്ടോബാക്ടീരിയ നമ്മൾ ഓൾറെഡി കണ്ടു. ഇനി ഇതിന്റെ കൂടെ നമുക്ക് ക്ലോസ്ട്രിഡിയം ഫ്രീ ലിവിങ്ങിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. സൈനോബാക്ടീരിയ എന്ന് പറയാം, അസോട്ടോബാക്ടർ എന്ന് പറയാം, ക്ലോസ്ട്രിഡിയം എന്നും പറയാം. ഇനി സിംബയോട്ടിക് ബാക്ടീരിയന്റെ എക്സാമ്പിൾ ചോദിച്ചാൽ അതിന്റെ ഏറ്റവും മെയിൻ എക്സാമ്പിൾ ലെഗ്യുമിനസ് പ്ലാന്റ്സിന്റെ നൊഡ്യൂൾ ഫോം ചെയ്ത് അതിന്റെ ഉള്ളിൽ താമസിക്കുന്ന ബാക്ടീരിയ, അല്ലെങ്കിൽ അവരെ ഇൻഫെക്ട് ചെയ്ത് നൊഡ്യൂൾസ് ഉണ്ടാക്കുന്ന ബാക്ടീരിയ റൈസോബിയം. ഇതല്ലാണ്ട് ബ്രാഡി റൈസോബിയം ഏതന്നെയാണ്, നമ്മുടെ നോൺ ഫ്രീ ലിവിങ് അല്ലെങ്കിൽ സിംബയോട്ടിക് ബാക്ടീരിയയിൽ വരുന്നതാണ്. ഇനി നമുക്കറിയാം ഈ ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ, അതായത് which is a naturally occurring process which converts unaccessible atmospheric nitrogen into ammonia to be assimilated അല്ലെങ്കിൽ utilized by plants. ഇതിന് റെസ്പോൺസിബിൾ ആവുന്ന കുറെ സോയിൽ മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അതിലാണ് നമ്മൾ രണ്ട് ടൈപ്പ് ഇപ്പൊ പഠിച്ചത്, അതായത് നോൺ സിംബയോട്ടിക്കും സിംബയോട്ടിക്കും. ഇനി എങ്ങാനും ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നോൺ സിംബയോട്ടിക് അനേറോബിക് ബാക്ടീരിയ ആണെങ്കിൽ നിങ്ങൾ ആദ്യ എക്സാമ്പിൾ പറയും. നോൺ സിംബയോട്ടിക്കിന്റെ താഴെ 3 ഉണ്ട്, പക്ഷെ ഇതിൽ അനേറോബിക് ആര് മാത്രമേ ഉള്ളൂ, ക്ലോസ്ട്രിഡിയം മാത്രമേ ഉള്ളൂ. അപ്പോ നോൺ സിംബയോട്ടിക് അനേറോബിക് ബാക്ടീരിയ ഫിക്സിംഗ് നൈട്രജൻ എന്ന് വെച്ചാൽ ആൻസർ MCQ എന്ത് വരും, ക്ലോസ്ട്രിഡിയം. ഇനി ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് കംപ്ലീഷൻ ഞാൻ പറയാണ്, ഇതിന്റെ ഫുൾ നെയിം ക്ലോസ്ട്രിഡിയം പാസ്ട്രിയാനം. ഇവര് അനേറോബിക് ആയിട്ടുള്ള ബാക്ടീരിയ ഫിക്സിംഗ് നൈട്രജൻ. ഇനി ഈ എക്സാമ്പിളില് എയറോബിക് ആണ് ചോദിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ പറയാം, ഐദർ നിങ്ങൾക്ക് അസോട്ടോബാക്ടർ പറയാം. കാരണം എന്താ, അസോട്ടോബാക്ടർ ഇസ് aerobic in nature and it is also free living which fixes atmospheric nitrogen. നമുക്കറിയാം നൈട്രജൻ ഫിക്സിംഗ് ആദ്യം നടക്കുന്നു ആൻഡ് അമോണിയ പ്രൊഡക്ഷൻ നടക്കുന്നു. ഇനി അമോണിയ പ്രൊഡ്യൂസ്ഡ് ആയിട്ട് അത് ഫസ്റ്റ് നൈട്രൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു ആൻഡ് ഫൈനലി നൈട്രേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആൻഡ് ഓൾസോ നമ്മൾ ഇത്രയും പഠിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം എന്ത്, ഡീനൈട്രിഫിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സും കൂടി അറിഞ്ഞിരിക്കണം. ഡീനൈട്രിഫിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ് എന്താണ്, നൈട്രേറ്റ് അതായത് NO3- തിരിച്ച് ഗേഷ്യസ് നൈട്രജൻ ആയിട്ട് അറ്റ്മോസ്ഫിയറിലേക്ക് തിരിച്ച് റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡീനൈട്രിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ നൈട്രജൻ ഫിക്സേഷന്റെ ഒരു ടേബിൾ വരയ്ക്കുകയാണെങ്കിൽ നൈട്രജൻ ഫിക്സേഷൻ 2 തരത്തിൽ നടക്കാം. അതായത് ബൈ ലിവിങ് ഓർഗാനിസംസ് ആൻഡ് ഓൾസോ ബൈ നോൺ ലിവിങ് ഓർഗാനിസംസ്. അതായത് ലിവിങ് ഓർഗാനിസം കൊണ്ട് ഉള്ളതും അതിനാൽ അല്ലാത്തതും. അപ്പോ ഫസ്റ്റ് ബയോട്ടിക് എന്ന് പറയാം, ഇൻ വിച്ച് ലിവിങ് ഓർഗാനിസംസ് ആർ നോട്ട് ഇൻവോൾവ്. ഇനി സെക്കൻഡ് കേസ് ബയോട്ടിക് നമുക്ക് പറയാൻ പറ്റും. ഇനി ബയോട്ടിക് ആയിട്ട് നൈട്രജൻ ഫിക്സേഷൻ നടക്കുന്ന പ്രോസസ് എന്ന് പറയുന്നത് ഒന്ന് അറ്റ്മോസ്ഫിയറിക് പ്രോസസ്സസ്. ഇതിൽ വരുന്നതാണ് ഏത്, തണ്ടർ ഇലക്ട്രിക് ഡിസ്ചാർജസ്. തണ്ടർ ആൻഡ് ഇലക്ട്രിക്കൽ ഡിസ്ചാർജസ്. ഇനി അറ്റ്മോസ്ഫിയറിൽ കൂടാണ്ട് ഇൻഡസ്ട്രിയലിയും എന്ത് നടക്കുന്നുണ്ട്, നൈട്രജൻ ഫിക്സേഷൻ നടക്കുന്നുണ്ട്. ഇനി ബയോട്ടിക്കിന്റെ കേസിൽ അഗൈൻ 2 ഡിവൈഡ് ചെയ്യാണ്. ഫസ്റ്റ് ഫ്രീ ലിവിങ്, സെക്കൻഡോ സിംബയോട്ടിക്. ഇനി ഫ്രീ ലിവിങ്ങില് നിങ്ങളോട് ചോദിക്കാണ്, ഇൻ കേസ് എയറോബിക് ബാക്ടീരിയ ആണ് ചോദിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ എന്ത് ചോദിക്കാം, അനേറോബിക് ബാക്ടീരിയ ചോദിക്കാം, അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ ആൽഗെ അല്ലെങ്കിൽ സൈനോ ബാക്ടീരിയ ചോദിക്കാം. ഇനി ക്വസ്റ്റ്യനില് ഫ്രീ ലിവിങ് എയറോബിക് ബാക്ടീരിയ എന്നാണ് ചോദിച്ചെങ്കിൽ നിങ്ങൾ ആൻസർ എന്തെഴുതും, അസോട്ടോബാക്ടർ. ഇനി ഫ്രീ ലിവിങ് അനേറോബിക് ആണ് ചോദിച്ചെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതാം, റോഡോ സ്പൈറില്ലം എഴുതാം. ഇതേപോലെ തന്നെ ക്ലോസ്ട്രിഡിയവും എഴുതാൻ പറ്റും. ഇനി ബ്ലൂ ഗ്രീൻ ആൽഗയാണ് നിങ്ങൾക്ക് നോസ്റ്റോക്ക് ആസ് എൻ എക്സാമ്പിൾ എഴുതാൻ പറ്റും. ഇനി സിംബയോട്ടിക്കിന്റെ കേസിൽ നമുക്കറിയാം 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് റൂട്ടില് നൊഡ്യൂൾ ഫോം ചെയ്യുന്ന കൈൻഡ് ഓഫ് ഓർഗാനിസംസ്. ഇനി അതും അല്ലാണ്ട് സ്റ്റെം നൊഡ്യൂൾസ് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് കാണാൻ പറ്റും. ഇനി റൂട്ട് നൊഡ്യൂൾസിന്റെ താഴെ വരുന്നത് ആരാണ്, നമുക്കറിയാം ലെഗ്യുമിനസ് പ്ലാന്റ്സിന്റെ റൂട്ടിൽ ആരാണ് ഇൻഫെക്ട് ചെയ്ത് നോഡ്യൂൾ ഫോർമേഷൻ ഉണ്ടാക്കുന്നത്, റൈസോബിയം ആൻഡ് ബ്രാഡി റൈസോബിയം. ഇനി
സ്റ്റെം നോഡ്യൂൾസിന്റെ കേസിലാണെങ്കിൽ നമുക്ക് പറയാം ഏസോ റൈസോബിയം. അപ്പൊ ഇത്രയാണ് ഒരു കംപ്ലീറ്റ് ടേബിൾ. ഇനി ഇതില് എല്ലാ രീതിയിലുള്ള ക്ലാസിഫിക്കേഷനും എക്സാമ്പിളും പോസിബിൾ ക്വസ്റ്റ്യൻസും പറഞ്ഞിട്ടുണ്ട്. ഇത് എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കുക. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാണെങ്കിൽ ഇവിടെ എന്താ ജസ്റ്റ് ചോദിച്ചിരിക്കുന്ന നോൺ സിംബിയോട്ടിക് ആയിട്ടുള്ള നൈട്രജൻ ഫിക്സിംഗ് പ്രോകരിയോട്ട്. ഇത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എഴുതാം. ഈ തന്നിരിക്കുന്നതിൽ നോൺ സിംബിയോട്ടിക്കിന്റെ താഴെ വരുന്ന ബ്ലൂ ഗ്രീൻ ആൽഗെ ബീങ് നോസ്റ്റോക്ക്, അല്ലെങ്കിൽ എയറോബിക് ബാക്ടീരിയ ബീങ് അസോട്ടോബാക്ടർ, അല്ലെങ്കിൽ അനേറോബിക് ലൈക്ക് ക്ലോസ്ട്രീഡിയം, അല്ലെങ്കിൽ റോഡോസ്പൈറൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇത്രയും എക്സാമ്പിൾസ് ബൈ ഹാർട്ടായിട്ട് അറിഞ്ഞിരിക്കും. ഇനി 14th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന റൈസ് ഫീൽഡ്സ് പ്രൊഡ്യൂസ് ആൻ ഇമ്പോർട്ടന്റ് ഗ്രീൻ ഹൗസ് ഗ്യാസ്, നെയിം ഇറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് റൈസ് ഫീൽഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫസ്റ്റ് മനസ്സിലേക്ക് വരുന്നത്? റൈസ് ഫീൽഡിന്റെ യൂഷ്വലി ഫ്ലഡഡ് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. കാരണം എന്താ, അവരെ പ്രത്യേകിച്ച് കൃഷി ചെയ്യുന്ന സ്ഥലം ഭയങ്കര വാട്ടർ ലോഗിംഗ് ഉള്ള ഫ്ലഡഡ് ആയിട്ടുള്ള റീജിയൻസ് ആയിരിക്കും. ആൻഡ് റൈസ് ഫീൽഡ്സിൽ ഫ്ലഡഡ് ആവുന്നതുകൊണ്ട് തന്നെ എന്ത് പറ്റും, സോയിലിലെ പോറോസിറ്റി നഷ്ടപ്പെടുന്നു, ഫുള്ളി കംപ്ലീറ്റ്ലി വാട്ടർ ലോഗ്ഡ് ആകുന്നുണ്ട്. അപ്പോ നമ്മുടെ സോയിലിലെ ഓർഗാനിക് മാറ്ററിലേക്ക് എന്ത് വരുന്നില്ല, ഓക്സിജൻ സപ്ലൈ കട്ട് ഓഫ് ആയി പോവാണ്. അപ്പോ ഒരു അപ്പാരന്റ് കട്ടിങ് ഓഫ് ഓക്സിജൻ സപ്ലൈ ഉള്ളത് കൊണ്ട് സോയിലില് എന്ത് വരും, ഏത് തരത്തിലുള്ള ഓർഗാനിസംസ് വരും, അനേറോബിക് ഓർഗാനിസംസ് വന്ന് അവര് ഫെർമെന്റേഷൻ നടത്താൻ തുടങ്ങും. ഇനി ഈ ഫെർമെന്റേഷൻ എൻ പ്രോഡക്റ്റ് ആയിട്ട് എന്തായിരിക്കും, നമുക്കറിയാം a lot of methane is being released and methane is a greenhouse gas. അതായത് ഗ്രീൻ ഹൗസ് ഗ്യാസ് ആയതുകൊണ്ട് തന്നെ methane is released by anaerobic fermentation when flooded paddy fields അല്ലെങ്കിൽ റൈസ് ഫീൽഡ്സ് കട്ട് ഓഫ് ഓക്സിജൻ സപ്ലൈ ടു ദി സോയിൽ ഓർഗാനിക് മാറ്റർ. അപ്പോ ഇതിന്റെ നെയിം ഇറ്റ് എന്ന് പറയുന്നതിന്റെ ആൻസർ എന്തായിരിക്കും, മീഥെയിൻ ഗ്യാസ് ഇസ് റിലീസ്ഡ്. ഇനി 15th ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദി ഇക്വേഷൻ ഫോർ റിഡക്റ്റീവ് അമിനേഷൻ. ആദ്യം ഒരു ഡാഷ് തന്നിട്ടുണ്ട് ആൻഡ് പ്ലസ് NH4 പ്ലസ് NADPH ഗിവ്സ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്, ഫസ്റ്റും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. ആൻഡ് എൻ പ്രോഡക്ട്സ് ഗ്ലൂട്ടമേറ്റ്, വാട്ടർ ആൻഡ് NADP. അപ്പോ ഗ്ലൂട്ടമേറ്റ് പ്രൊഡ്യൂസിങ് ആയിട്ടുള്ള ഏത് റിയാക്ഷൻ ആണെന്ന് ആലോചിച്ചാലും നിങ്ങൾക്ക് ഏതാണ് ഇതിന് പഠിച്ചിട്ടുള്ളത്, റിഡക്റ്റീവ് ആമിനേഷൻ. ഇനി റിഡക്റ്റീവ് ആമിനേഷനിൽ എന്താണ് നടക്കുന്നത് നമുക്കറിയാം. അമോണിയ, അതായത് ഫസ്റ്റ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ അമോണിയ ആയിട്ട് കൺവേർട്ട് ചെയ്തിരുന്നു. ആൻഡ് അമോണിയ ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, ആൽഫ കീറ്റോ ഗ്ലൂട്ടാരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് ഫോംസ് എൻ പ്രോഡക്റ്റ് ഗ്ലൂട്ടമേറ്റ് അല്ലെങ്കിൽ ഗ്ലൂട്ടാമിക് ആസിഡ്. ഇൻ ദി പ്രസൻസ് ഓഫ് എൻസൈം ഏതെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് പറയും, ഗ്ലൂട്ടമേറ്റ് ഡീഹൈഡ്രോജനേസ്. ഇനി ഇതാണ് വൺ വേ ഇൻ വിച്ച് അമോണിയ ഇസ് അസിമിലേറ്റഡ് ബൈ ദി പ്ലാന്റ്സ്. അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ അമോണിയ ആക്കിയാൽ മാത്രം പോരാ, അമോണിയനെ അസിമിലബിൾ അല്ലെങ്കിൽ അസിമിലേറ്റബിൾ ആയിട്ടുള്ള ഒരു കണ്ടന്റിലേക്ക് അല്ലെങ്കിൽ ഓർഗാനിക് മാറ്ററിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യണം. അങ്ങനെയുള്ള ഒരു എക്സാമ്പിൾ ആണ് റിഡക്റ്റീവ് ആമിനേഷൻ. ഇതിന്റെ എൻ പ്രോഡക്റ്റ് ആയിട്ട് ഗ്ലൂട്ടമേറ്റ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് അമിനോ ആസിഡ് ഇസ് റിലീസ്ഡ്. ആൻഡ് ഇങ്ങനെയാണ് അവര് അക്വയർ ചെയ്യുന്നത് നൈട്രജൻ ഫ്രം ദി അറ്റ്മോസ്ഫിയർ റൈറ്റ് ത്രൂ conversion into ammonia and then finally into glutamate. അതിന്റെ എക്സാമ്പിൾ വന്നിട്ടുണ്ട് ഇവിടെ. റിഡക്റ്റീവ് ആമിനേഷൻ അമോണിയ വരുന്നുണ്ട്, അമോണിയ വന്ന് ആൽഫ കീറ്റോ ഗ്ലൂട്ടാരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ആൻഡ് ഇതിനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈം ഗ്ലൂട്ടമേറ്റ് ഡീഹൈഡ്രോജനേസ്. ആൻഡ് ഫൈനലി ഗ്ലൂട്ടമേറ്റ് എന്ന് പറയുന്ന അമിനോ ആസിഡ് ഇസ് ബീങ് റിലീസ്ഡ് അലോങ് വിത്ത് വാട്ടർ. ഇനി ഈ റിയാക്ഷന്റെ കൂടെ ഒരു NADPH NADPയും ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ് ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും, ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ് അല്ലെങ്കിൽ ആൽഫ കീറ്റോ ഗ്ലൂട്ടാരിക് ആസിഡ് പ്ലസ് NH4 പ്ലസ് ആൻഡ് അലോങ് വിത്ത് ഒരു NADPH is being converted to glutamate, water and NADP. ഇനി 16th ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എക്സസ് ഓഫ് മാംഗനീസ് ഇൻ സോയിൽ ലീഡ്സ് ടു ഡെഫിഷ്യൻസി ഓഫ് കാൽഷ്യം, മാഗ്നീഷ്യം ആൻഡ് അയൺ ജസ്റ്റിഫൈ. നമ്മൾ ഓൾറെഡി ഇന്നലെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാണ്. ടോക്സിസിറ്റി പഠിച്ചപ്പോ ചില എലിമെന്റ്സിന്റെ ടോക്സിസിറ്റി ഇറ്റ് ഓൾസോ ഡിക്രീസ് അപ്ടേക്ക് ഓഫ് അതർ എലിമെന്റ്സ്. അതിനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് എക്സാമ്പിൾസ് ആണ് മാംഗനീസ് ടോക്സിറ്റി. ആൻഡ് എപ്പോഴാണ് നമ്മൾ ടോക്സിറ്റി ആണെന്ന് ഒരു എലിമെന്റിനെ പറയുക, വെൻ ദ മൈക്രോന്യൂട്രിയന്റ് ഇസ് പ്രസന്റ് ഇൻ ലാർജ് അമൗണ്ട്സ് അബവ് ദെയർ ക്രിട്ടിക്കൽ കോൺസെൻട്രേഷൻ. ഇതിൽ ക്രിട്ടിക്കൽ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞ ടേം ഇതിന്റെ ആൻസറിൽ എന്തായാലും വന്നിരിക്കണം. അപ്പോ അതിനെ നമുക്ക് ടോക്സിസിറ്റി എന്ന് വിളിക്കാൻ പറ്റും. ഇനി ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ബാക്കിയുള്ള മറ്റു ചില എലിമെന്റ്സിന്റെ അപ്ടേക്കും കൂടി
അഫക്റ്റഡ് അല്ലെങ്കിൽ ഇൻഹിബിറ്റഡ് ആവുകയാണ്. അതിന്റെ എക്സാമ്പിൾ ആണ് പറയുന്നത് അയണും മാഗ്നീഷ്യവും ആയിട്ട് കമ്പീറ്റ് ചെയ്യുന്നു ആൻഡ് അത് ഫൈനലി ആര് അപ്ടേക്ക് നടക്കുന്നു, അയണിന്റെയും മാഗ്നീഷ്യത്തിന്റെയും നടക്കാണ്ട് ബാക്കിയുള്ള അയണിന്റെയും മാഗ്നീഷ്യത്തിന്റെ അപ്ടേക്ക് ഇൻഹിബിറ്റഡ് ആവുന്നു, റിസൾട്ടിങ് ഇൻ റിഡക്ഷൻ ഇൻ ദർ അപ്ടേക്ക്. ആൻഡ് ഓൾസോ മാഗ്നീഷ്യത്തിന്റെ അപ്ടേക്കും ഇൻഹിബിറ്റ് ചെയ്തു, അതോടുകൂടി തന്നെ മാഗ്നീഷ്യം ബീങ് എൻ ഇമ്പോർട്ടന്റ് കോ ഫാക്ടർ ടു ദി എൻസൈം, ആ ബൈൻഡിങ്ങും ഇത് പ്രിവെന്റ് ചെയ്യുന്നു, അഫക്റ്റിംഗ് എൻസൈം ഇന്ററാക്ഷൻ അല്ലെങ്കിൽ റിസൾട്ടിങ് ഇൻ ഇൻഹിബിഷൻ ഓഫ് എൻസൈം ആക്ടിവിറ്റി. ആൻഡ് ഇറ്റ് ഓൾസോ ഇൻഹിബിറ്റ്സ് ട്രാൻസ്ലൊക്കേഷൻ ഓഫ് കാൽഷ്യം ഇൻ ഷൂട്ട് അപ്പെക്സ്. അപ്പൊ പതുക്കെ പതുക്കെ മാംഗനീസ് കൂടുന്നതിന് കൂടെ തന്നെ നമ്മുടെ പ്ലാന്റ്സിന് കാൽഷ്യം, അയൺ ആൻഡ് മാഗ്നീഷ്യത്തിന്റെ ഡെഫിഷ്യൻസി സൈൻസ് ആൻഡ് സിംറ്റംസും കൂടി കാണിക്കാൻ തുടങ്ങും. ഇങ്ങനെയുള്ള സൈൻസ് ആൻഡ് സിംറ്റംസിന്റെ എക്സാമ്പിൾ ആണ് അപ്പിയറൻസ് ഓഫ് ബ്രൗൺ സ്പോട്സ് സറൗണ്ടഡ് ബൈ ക്ലോറോട്ടിക് വെയിൻസ്. അതാണ് ഈ ഡയഗ്രത്തിൽ കൊടുത്തത്, ബ്രൗൺ സ്പോട്സ് സറൗണ്ടഡ് ബൈ ക്ലോറോട്ടിക് വെയിൻസ്. ക്ലോറോട്ടിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി കണ്ടു, ആ ഗ്രീനിഷ് കളർ പോവുക, അത് ക്ലോറോഫിൽ കുറയുക, ലാക്ക് വരെ അല്ലെങ്കിൽ ആബ്സെൻസ് വരെ. അപ്പൊ പതുക്കെ ഗ്രീൻ ലീഫ് പതുക്കെ യെല്ലോയിഷ് ടിഞ്ചിലേക്ക് മൂവ് ചെയ്യും. വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 16th ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ഹൗ ഇസ് സൾഫർ ഇമ്പോർട്ടന്റ് ഫോർ പ്ലാന്റ്സ്, നെയിം ദി അമിനോ ആസിഡ്സ് ഇൻ വിച്ച് ഇറ്റ് ഇസ് പ്രസന്റ്. അപ്പോ സൾഫറിന്റെ ഇമ്പോർട്ടൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് ഇൻ പ്ലാന്റ്സ്. എങ്ങനെയാണ് നമുക്കറിയാം, ഒന്നാമത്തെ കാര്യം അറിഞ്ഞിരിക്കുന്നത് സൾഫർ ഒരു മൈക്രോ ന്യൂട്രിയന്റ് ആണോ മാക്രോ ന്യൂട്രിയന്റ് ആണോ എന്ന് അറിഞ്ഞിരിക്കാം. സൾഫർ എങ്ങനെയാണ് ഒരു മാക്രോ ന്യൂട്രിയന്റ് ആണ്. ഇനി ഇത് എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന വെച്ചാൽ എന്തൊക്കെ പറയാൻ പറ്റും? ഒന്നാമത്തത് ക്ലോറോഫിൽ ഫോർമേഷന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വൺ ഓഫ് ദി എലിമെന്റ്സ് ആണ് സൾഫർ. പിന്നെ നോർമൽ നമുക്ക് കാണുന്ന ഗ്രോത്തും മെറ്റബോളിസത്തിനും ഒക്കെ സൾഫർ ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് ഓൾസോ മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി ഏതാണ്, നൊഡ്യൂൾ ഫോർമേഷൻ ഇൻ ലെഗ്യൂംസ് നടക്കണമെങ്കിൽ അതിലും സൾഫറിന്റെ പ്രസൻസ് വേണം. ഇനി നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമാണ് സൾഫർ ഇസ് എൻ ഇമ്പോർട്ടന്റ് കോൺസ്റ്റിറ്റ്യൂവന്റ് ഓഫ് 2 അമിനോ ആസിഡ്സ്. അത് ഏതൊക്കെയാണ്? കോൺസ്റ്റിറ്റ്യൂവന്റ് ഓഫ് അമിനോ ആസിഡ്സ്. അതിൽ ഒന്നാമത്തെ എക്സാമ്പിൾ മിത്തിയോണിൻ ആൻഡ് സെക്കൻഡ് എക്സാമ്പിൾ സിസ്റ്റീൻ. അപ്പൊ മിത്തിയോണിലും സിസ്റ്റീനിലും നമുക്ക് എന്ത് കാണാൻ പറ്റും? സൾഫർ ആസ് എ കോൺസ്റ്റിറ്റ്യൂവന്റ് നമുക്ക് കാണാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ സൾഫറിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക. ഇനി സൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ സൾഫർ ഇസ് എ മാക്രോ ന്യൂട്രിയന്റ് ആൻഡ് അത് മൊബൈൽ ആണോ ഇമ്മൊബൈൽ ആണോ എന്ന് വെച്ചാൽ മോർ ടുവേർഡ്സ് ഇമ്മൊബൈൽ എലിമെന്റ്സിന്റെ ഇതിലേക്കാണ് സൾഫർ വരുന്നത്. ഇനി അതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? കോൺസ്റ്റിറ്റ്യൂവന്റ് ഓഫ് കോ എൻസൈംസ് ആയിട്ട് കാണാം. ആൻഡ് വൈറ്റമിൻസ് ലൈക്ക് ബയോട്ടിൻ ആൻഡ് തൈമിനിൽ നമുക്ക് എന്ത് കാണാം? സൾഫർ കാണാം. ആൻഡ് ഓൾസോ ഫെറിഡോക്സിൻ. ഫെറിഡോക്സിൻ നമ്മൾ ഓൾറെഡി പഠിച്ചാണ്, ഫോട്ടോസിന്തസിസിലെ ഇലക്ട്രോൺ ട്രാൻസ്ഫറിന്റെ എക്സാമ്പിൾ മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി പഠിച്ച എക്സാമ്പിൾ ആണ് ഫെറിഡോക്സിൻ. ഇനി പ്രോട്ടീൻസിന്റെ ടെർഷറി ക്വാട്ടേണറി സ്ട്രക്ചേഴ്സ് എടുത്ത് നോക്കിയാൽ അതിൽ ഡൈസൾഫൈഡ് ബ്രിഡ്ജസ് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് എന്തെന്നും കൂടി പറയാം, സൾഫർ ഇസ് ഓൾസോ ആൻ ഇമ്പോർട്ടന്റ് കോൺസ്റ്റിറ്റ്യൂവന്റ് ഇൻ മേക്കിംഗ് ഓഫ് ടെർഷറി ആൻഡ് ക്വാട്ടേണറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ. ഇനി തേർഡ് തിങ്, അമിനോ ആസിഡ്സിന്റെ കോൺസ്റ്റിറ്റ്യൂവൻസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് ലൈക്ക് സിസ്റ്റീൻ ആൻഡ് മെത്തിയോണിൽ സൾഫറിന്റെ ആവശ്യം ഉണ്ട്. സൾഫർ കുറഞ്ഞാൽ ഇത്തരത്തിലുള്ള മെത്തിയോണിനും സിസ്റ്റീന്റെയും അമിനോ ആസിഡ് പ്രൊഡക്ഷനും കുറയും. അപ്പോൾ പ്ലാന്റ്സിന് അത് നെഗറ്റീവ്ലി അഫക്ട് ചെയ്യുന്നു. സൾഫറിന്റെ ഒരു ചാർട്ട് പോലെ പറയാനാണെങ്കിൽ ഫെറിഡോക്സിന്റെ സൾഫർ നമുക്ക് കാണാം ആസ് എ കോ എൻസൈം ആക്ട് ചെയ്യുന്നുണ്ട്. അമിനോ ആസിഡ്സ് മെത്തിയോണിൻ സിസ്റ്റീനിലുണ്ട്. വൈറ്റമിൻസ് ലൈക്ക് ബയോട്ടിൻ ആൻഡ് തൈമിനിൽ നമുക്ക് സൾഫർ കാണാം. പ്രോട്ടീൻ ഫോൾഡിങ്ങിൽ ടെർഷറി ആൻഡ് ക്വാട്ടേണറി സ്ട്രക്ചേഴ്സിലെ ഡൈസൾഫൈഡ് ബ്രിഡ്ജസ് ഉണ്ടാക്കാനും സൾഫറിന് ആവശ്യമുണ്ട്. ഇനി പ്രോട്ടീൻ ഫോൾഡിങ്ങിൽ ഡൈസൾഫൈഡ് ബ്രിഡ്ജസ് കാണിക്കുന്ന ഒരു ഡയഗ്രാം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ്സ് ആയ സിസ്റ്റീന്റെയും മെത്തിയോണിന്റെയും സ്ട്രക്ചറും ജസ്റ്റ് ഒന്ന്, അത് നോട്ട് നെസസറി ടു നോ, പക്ഷെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കും സൾഫർ എവിടെയാണ് വരുന്നത്. ആൻഡ് ഈ എക്സാമ്പിൾസ് ഒരിക്കലും മറക്കുകയും ചെയ്തു, സിസ്റ്റീൻ ആൻഡ് മെത്തിയോണിൻ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ ആർ ഓർഗാനിസംസ് ലൈക്ക് സൂഡോമോണസ് ആൻഡ് തയോബാസിലസ് ഓഫ് ഗ്രേറ്റ് സിഗ്നിഫിക്കൻസ് ഇൻ നൈട്രജൻ സൈക്കിൾ? നൈട്രജൻ സൈക്കിളിൽ നമുക്കറിയാം ഡിഫറെന്റ് പല പല സ്റ്റെപ്സ് ഉണ്ട്. നൈട്രജൻ ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ ഉണ്ട്, അമോണിയനെ നൈട്രൈറ്റ് ആക്കുക, നൈട്രേറ്റ് ആക്കുക, അത്തരം സ്റ്റെപ്സ് ഉണ്ട്. ആൻഡ് ഫൈനലി ഡീനൈട്രിഫിക്കേഷൻ അല്ലെങ്കിൽ റിലീസ് ഓഫ്
അമോണിയ അല്ലെങ്കിൽ അസിമുലേറ്റഡ് നൈട്രജൻ ബാക്ക് ഇൻ ടു അറ്റ്മോസ്ഫിയർ ഉണ്ട്. ഇതിൽ ഏതിലാണ് സ്യൂഡോമോണസ് ആൻഡ് തയോബാസിലസ് വരുന്നതെന്ന് വെച്ചാൽ അറിഞ്ഞിരിക്കുക, they are denitrifying bacteria. ഡീനൈട്രിഫൈയിങ് ബാക്ടീരിയ. ഇനി ഡീനൈട്രിഫിക്കേഷൻ എങ്ങനെയാണ് ക്യാരി ഔട്ട് ചെയ്യുന്നത് നമുക്കറിയാം. നെയറോബിക് കണ്ടീഷനിലാണ് ഡീനൈട്രിഫിക്കേഷൻ നടക്കുന്നത്. നെയറോബിക് കണ്ടീഷനിൽ എന്ത് നടക്കുന്നു? നൈട്രേറ്റ് which is present in soil is reduced back to nitrogen oxides and finally into atmosphere. After getting converted into ആദ്യം നമ്മൾ നൈട്രജൻ എങ്ങനെയാണോ എടുത്തത് അതേപോലെ റീപ്ലേസ് ചെയ്യാണ് തിരിച്ച് അറ്റ്മോസ്ഫിയറിലേക്ക്. ആഫ്റ്റർ ഗെറ്റിംഗ് കൺവേർട്ടഡ് ഇൻ ടു ഫ്രീ നൈട്രജൻ. ആൻഡ് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് കൂടി ഡീനൈട്രിഫിക്കേഷന്റെ പറയാനാണെങ്കിൽ നമുക്കറിയാം ഡീനൈട്രിഫിക്കേഷൻ നടക്കുന്നത് എത്രമാത്രം കൂടുതലാണോ അത്രയും ആസിഡിഫിക്കേഷൻ ഓഫ് സോയിലും നമുക്ക് കാണാൻ പറ്റും. അതായത് ഡീനൈട്രിഫിക്കേഷൻ കോസസ് acidification of soil. Acidification of soil. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക ഈ ക്വസ്റ്റിനെ സംബന്ധിച്ച്. എക്സ്പ്ലനേഷൻ നോക്കുകയാണെങ്കിൽ നൈട്രജൻ സൈക്കിൾ നമുക്കറിയാം സർക്കുലേഷൻ ഓഫ് നൈട്രജൻ ബിറ്റ്വീൻ ലിവിംഗ് ഓർഗാനിസംസ് ആൻഡ് ദി ബയോസ്ഫിയർ. ഇനി ഇതിലെ മെയിൻ പ്രോസസ്സസ് ഏതൊക്കെയാണ്? ഒന്ന് നൈട്രിഫിക്കേഷൻ, രണ്ട് അമോണിഫിക്കേഷൻ ആൻഡ് തേർഡ് ഡീനൈട്രിഫിക്കേഷൻ. നൈട്രജൻ സൈക്കിളിന് ഒരു സ്കീമാറ്റിക് ഡയഗ്രാം ആയിട്ട് കാണിക്കാമെന്ന് നമുക്കറിയാം. ഫസ്റ്റ് എന്ത് നടക്കുന്നു? അറ്റ്മോസ്ഫിയറിക് നൈട്രജന്റെ ഫോമില് ഓൾമോസ്റ്റ് 80% ഓഫ് നൈട്രജനും ഇസ് പ്രസന്റ് ഇൻ ദി അറ്റ്മോസ്ഫിയർ ആൻഡ് ഇറ്റ് ഇസ് അൺഅസിമുലേറ്റബിൾ അല്ലെങ്കിൽ അൺആക്സസിബിൾ ആണ് ടു ദി പ്ലാന്റ്സ് ടു ബി യൂട്ടിലൈസ്ഡ്. അപ്പൊ എന്ത് പറ്റും? ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ വഴി അത് പതുക്കെ സോയിലിൽ എത്തുന്നു. ആൻഡ് സോയിലിൽ അത് ഇറ്റ് ഇസ് ബീങ് കൺവേർട്ടഡ് ടു, അതായത് ഈ N2 ഗ്യാസ് ഇസ് കൺവേർട്ടഡ് ടു അമോണിയ. ആൻഡ് ഈ അമോണിയന് again എന്ത് നടക്കുന്നു? നൈട്രിഫിക്കേഷൻ നടക്കുന്നു ആൻഡ് ഇസ് കൺവേർട്ടഡ് ഇൻടു നൈട്രേറ്റ്സ്. ഇനി നൈട്രേറ്റ്സിനെ അസിമുലേറ്റ് ചെയ്യുന്നു ആര്? പ്ലാന്റ്സ് ആൻഡ് ഫൈനലി യൂട്ടിലൈസ് ചെയ്യുന്നു. ഇനി ഓൾസോ ഈ നൈട്രേറ്റ്സിനെ അസിമുലേറ്റ് ചെയ്യുന്നതിനോട് തന്നെ ചെറിയൊരു എമൗണ്ട് ഡീനൈട്രിഫിക്കേഷൻ നടന്ന് തിരിച്ച് അറ്റ്മോസ്ഫിയറിലേക്ക് എന്തെന്നെ പോവാണ്? ആസ് N2 ഗ്യാസ് നമ്മുടെ നൈട്രേറ്റ് ഇസ് ബീങ് കൺവേർട്ടഡ് ഇൻടു അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ബൈ ദി പ്രോസസ് ഓഫ് ഡീനൈട്രിഫിക്കേഷൻ. ഇനി ഇതൊന്നും കൂടാണ്ട് തന്നെ പ്ലാന്റ്സിൽ എന്തും കൂടി നടക്കുന്നുണ്ട്? പ്ലാന്റ്സിൽ അമോണിഫിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടന്ന് കൂടുതൽ അമോണിയ ഉണ്ടാവുന്നുണ്ട്. ഇനി അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഒന്ന് ബയോളജിക്കലി നൈട്രജൻ ഫിക്സേഷൻ നടക്കാം, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഫിക്സേഷൻ ബൈ തണ്ടർ അല്ലെങ്കിൽ ഇലക്ട്രിക് ഡിസ്ചാർജ് നടന്നു അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഡയറക്ട്ലി നൈട്രേറ്റ് ആയിട്ട് കൺവേർട്ടഡ് ആവാം. അപ്പൊ ഇത്രയും കൺസൈസ്ലി പറയാണ് എന്താണ് നൈട്രജൻ സൈക്കിൾ. ഇനി ഡീനൈട്രിഫിക്കേഷൻ എന്ത് നടക്കുന്നു? നൈട്രേറ്റ്സ് ആർ കൺവേർട്ടഡ് ബാക്ക് ഇൻ ടു നൈട്രജൻ. ഈ പ്രോസസ് നമ്മൾ ഡീനൈട്രിഫിക്കേഷൻ എന്ന് വിളിച്ചു. ആൻഡ് ഇതിനെ മീഡിയേറ്റ് ചെയ്യുന്ന നെയറോബിക് ബാക്ടീരിയ ആണ് ആരൊക്കെ? സൂഡോമോണാസ്, തയോബാസിലസ്. ഇനി ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? നമുക്കറിയാം ന്യൂട്രിയൻ സൈക്ലിങ്ങിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇന്റഗ്രൽ ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഡീനൈട്രിഫിക്കേഷൻ. അതായത് നമുക്കറിയാം ഒന്നും യൂണിവേഴ്സിൽ വൺ സൈഡഡ് ആയിട്ട് വൺ വേ ആയിട്ട് നടക്കുന്നത് എല്ലാം ബോത്ത് വേസ് ആയിട്ട് തിരിച്ച് സൈക്കിൾ ചെയ്ത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ തിരിച്ചെത്തും. അങ്ങനെ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഡീനൈട്രിഫിക്കേഷൻ. അതുകൊണ്ട് സ്യൂഡോമോണസും തയോബാസിലസും പ്ലേ എ വെരി ഇമ്പോർട്ടന്റ് റോൾ ഇൻ നൈട്രജൻ സൈക്കിൾ. ഈ ക്വസ്റ്റിന്റെ ഫൈനൽ ആൻസർ എന്തായിരിക്കും? എങ്ങനെയാണ് ഓഫ് ഗ്രേറ്റ് സിഗ്നിഫിക്കൻസ് എന്ന് വെച്ചാൽ ഡീനൈട്രിഫിക്കേഷൻ എന്ന പ്രോസസ്സിനെ ഈസിയർ ആക്കുന്നു, കാറ്റലൈസ് ചെയ്യുന്നു ഈ പറഞ്ഞിരിക്കുന്ന അനേറോബിക് ഓർഗാനിസംസ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, കെയർഫുള്ളി ഒബ്സർവ് ദി ഫോളോയിങ് ഫിഗർ. ഈ ഫിഗറിൽ നമുക്ക് എന്തൊക്കെ കാണാം? ഒരു പോട്ട് ഉണ്ട്, അതിൽ ഒരു ന്യൂട്രിയൻ സൊല്യൂഷൻ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അതോടുകൂടെ തന്നെ ഒരു ചെറിയ പ്ലാന്റ് അലോങ് വിത്ത് ഇറ്റ്സ് റൂട്ട്സ് ഇതിന്റെ ന്യൂട്രിയൻ സൊല്യൂഷനിൽ ഇമ്മേഴ്സ് ചെയ്ത് വരുന്ന രീതിയിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കോട്ടൺ. ഇതിന്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു ഫീഡിംഗ് ടണലും ഉണ്ട്, ത്രൂ വിച്ച് സംതിങ് ഇസ് ബീങ് ഫെഡ് ഇൻ ടു ദി
ന്യൂട്രിയൻ സൊല്യൂഷൻ ആൻഡ് ഓൾസോ ഒരു എയറേറ്റിംഗ് ട്യൂബും ഇതിൽ പ്രസന്റ് ആണ്. ഇനി ഇതിൽ ചോദിച്ചിരിക്കുന്നത് നെയിം ദ ടെക്നീക് ഷോൺ ഇൻ ദ ഫിഗർ ആൻഡ് ദി സയന്റിസ്റ്റ് ഹു ഡെമോൺസ്ട്രേറ്റഡ് ദിസ് ടെക്നീക് ഫോർ ദി ഫസ്റ്റ് ടൈം. എന്താണ് നമുക്കറിയാം ഇതില് ഈ ടെക്നീക്കിൽ എന്താണ് നടക്കുന്നത്? സോയിൽ ലെസ് കൾച്ചർ ആണ് നടക്കുന്നത്. അതായത് വിത്തൗട്ട് ദി ഹെൽപ്പ് ഓഫ് സോയിൽ നമ്മൾ ന്യൂട്രിയൻ സൊല്യൂഷൻ ഡയറക്ട്ലി വാട്ടറിൽ ഇമ്മേഴ്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാന്റിന് സപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സോയിൽ ലെസ് കൾച്ചറിനെ നമ്മൾ എന്ത് വിളിച്ചു? ഹൈഡ്രോപോണിക്സ്. ആൻഡ് ഇത് ഫസ്റ്റ് കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഫസ്റ്റ് ഡെമോൺസ്ട്രേറ്റഡ് ബൈ ആരാന്ന് വെച്ചാൽ നമുക്ക് പറയാം ജൂലിയസ് വോൺ സാക്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്ത് വരും? മെത്തേഡ് ഓഫ് ഗ്രോയിങ് പ്ലാന്റ്സ് ഇൻ എ ന്യൂട്രിയൻ മീഡിയം വിത്തൗട്ട് സോയിൽ, അതിനെ നമ്മൾ ഹൈഡ്രോപോണിക്സ് എന്ന് വിളിച്ചു. ആൻഡ് ഈ ന്യൂട്രിയൻ മീഡിയം കണ്ടെയ്ൻസ് ഓൾ എസെൻഷ്യൽ എലിമെന്റ്സ് റിക്വയർഡ് ഫോർ ദ ഗ്രോത്ത് ഓഫ് പ്ലാന്റ് ജസ്റ്റ് ആസ് ഇൻ സോയിൽ ഇസ് കണ്ടെയ്നിങ് ഓൾ ദി മേജർ അല്ലെങ്കിൽ മൈനർ മൈക്രോ ന്യൂട്രിയൻസ് ഫോർ ഇറ്റ്സ് ഗ്രോത്ത്. ഇനി ഇതിന്റെ പിന്നിലുള്ള സയന്റിസ്റ്റ് ആരാണ്? was first demonstrated by Julius von Sachs, who was a German botanist in the year 1860. ഇതാണ് അയാളുടെ ഫോട്ടോ. ഇതിന് ആൻസർ എന്തുവരും? പ്രോസസിന്റെ പേര് ഹൈഡ്രോപോണിക്സ്. ഫസ്റ്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്തത് ജൂലിയസ് വോൺ സാക്സ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്? നെയിം അറ്റ്ലീസ്റ്റ് 3 plants for which this technique can be employed for their commercial production. Soilless കൾച്ചർ സക്സസ്ഫുള്ളി ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന എക്സാമ്പിൾസ് നമുക്ക് ആരൊക്കെ പറയാം? ടൊമാറ്റോ പറയാം, സീഡ്ലെസ് ക്യൂക്കമ്പർ പറയാം, ആൻഡ് ലെറ്റ്യൂസും നമുക്ക് പറയാൻ പറ്റും. സൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ഓഫ് ക്രോപ്സിൽ നമ്മൾ ഹൈഡ്രോപോണിക്സ് വൈഡ് എക്സ്റ്റെൻസീവ്ലി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് ടൊമാറ്റോ പറയാം, ലെറ്റ്യൂസ് പറയാം, സീഡ്ലെസ് ക്യൂക്കമ്പറും പറയാം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3, വാട്ട് ഇസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് എയറേറ്റിംഗ് ട്യൂബ് ആൻഡ് ഫീഡിംഗ് ഫണൽ ഇൻ ദിസ് സെറ്റ്? അപ്പൊ ഈ പിക്ചറിൽ നോക്കി നിങ്ങൾക്ക് എയറേറ്റിംഗ് ട്യൂബ് ഇവിടെ കാണാൻ പറ്റും ആൻഡ് ഫീഡിംഗ് ഫണൽ. ഇനി ഫീഡിംഗ് ഫണൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തോ ഒരു സാധനം ആഡ് ചെയ്യാൻ, അഡിഷൻ ആണ് നടക്കുന്നത്, അതായത് ഫീഡ് ചെയ്യാണ് നടക്കുന്നത്. അതെന്തായിരിക്കും? നമുക്കറിയാം അഡിഷൻ ഓഫ് ന്യൂട്രിയൻ സൊല്യൂഷൻ, അതായത് വാട്ടർ പ്ലസ് ന്യൂട്രിയൻ സപ്ലൈ ചെയ്യാൻ നമുക്ക് ഈ ഫീഡിംഗ് ഫണൽ യൂസ് ചെയ്യാം. ഇനി എയറേറ്റിംഗ് ട്യൂബ് എന്തിനായിരിക്കും? നമുക്കൊരു പിക്ചർ കണ്ടതിന് ഇറ്റ് ഹാസ് എ ബെൻഡ് ആൻഡ് ഇതൊരു ബെൻഡ് ട്യൂബ് ആണ്. ആൻഡ് പേര് പോലെ തന്നെ കോസിങ് എയറേഷൻ. എയറേഷൻ എന്തിനായിരിക്കും? പ്രോപ്പർ ഗ്രോത്ത് ആൻഡ് മെറ്റബോളിസത്തിന് എയറേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഇതാണ് ഫീഡിംഗ് ഫണലിന്റെയും എയറേറ്റിംഗ് ട്യൂബിന്റെയും ഫംഗ്ഷൻ. അപ്പോൾ എന്താണ് യൂസ് ഓഫ് ഫീഡിംഗ് ട്യൂബ് ആൻഡ് എയറേറ്റിംഗ് ട്യൂബ്? എയറേറ്റിംഗ് ട്യൂബ് ഇസ് യൂസ്ഡ് ഫോർ പ്രോപ്പർ എയറേഷൻ. ആൻഡ് ഈ എയറേറ്റിംഗ് ട്യൂബ് ഉള്ളതുകൊണ്ട് ഓക്സിജൻ സപ്ലൈ കൃത്യമായിട്ട് നമ്മുടെ ന്യൂട്രിയൻ സൊല്യൂഷനിൽ കിട്ടുന്നു. ആൻഡ് നമ്മുടെ മെയിൻറ്റെയിൻസ് ദ റൂട്ട്സ് ആസ് ലിവിംഗ് ആൻഡ് ഓൾസോ ദേ റിക്വയർ ഓക്സിജൻ ഫോർ ദ മെറ്റബോളിക് പ്രോസസ്സസ്. It also ensures that nutrient gets evenly dispersed in water and is being circulated properly. Feeding funnel use ആണെങ്കിൽ to add nutrients and water to this hydroponics setup. പിന്നെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് പ്രൊവൈഡിങ് സബ്സ്റ്റൻസ് ടു പ്ലാന്റ്സ് ഫോർ ഒപ്റ്റിമം ഗ്രോത്തിനെയാണ് നമ്മൾ ഏത് രണ്ടും ഉപയോഗിക്കുന്ന എയറേറ്റിംഗ് ട്യൂബും ഫീഡിംഗ് ഫണലും ഉപയോഗിക്കുന്നത്. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, നെയിം ദി മോസ്റ്റ് ക്രൂഷ്യൽ എൻസൈം found in root nodules for nitrogen fixation. Does it require a special pink colored pigment for its functioning? Elaborate. അപ്പോ നമുക്കറിയാം ലെഗ്യൂമിനസ് പ്ലാന്റ്സിന്റെ റൂട്ടില് നമ്മുടെ സിംബയോട്ടിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന റൈസോബിയം ബാക്ടീരിയ വന്ന് ഇൻഫെക്ട് ചെയ്യുന്നു. ഇൻഫെക്ട് ചെയ്തെടുത്ത് നൊഡ്യൂൾ ഫോർമേഷൻ നടക്കുന്നു. ആൻഡ് ഈ നൊഡ്യൂൾ ഫോർമേഷന്റെ ഉള്ളില് എന്താണ് മെയിൻ ഫംഗ്ഷൻ? To contain the enzyme nitrogenase. ഇനി nitrogenase എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നു? In the conversion of atmospheric nitrogen into 2 molecules of ammonia. ഇത് കൂടാണ്ട് തന്നെ നമുക്കറിയാം എൻസൈം നൈട്രോജനേസ് ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി ഇൻ an anaerobic environment. അപ്പൊ ഓക്സിജൻ അവിടുന്ന് എന്ത് ചെയ്യണം? റിമൂവൽ ചെയ്യണം ഇൻസൈഡ് ദി നോഡ്യൂൾസ്. അതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ആര്? നമ്മുടെ ലെഗ് ഹീമോഗ്ലോബിൻ വിച്ച് ഇസ് ദ പിങ്ക് കളേർഡ് പിഗ്മെന്റ്. അപ്പൊ സ്പെഷ്യൽ പിങ്ക് കളേർഡ് പിഗ്മെന്റ് ഇവിടെ മെൻഷൻ ചെയ്യുന്ന ആരെയാണ്?
leg hemoglobin, which is an oxygen scavenging pink colored pigment seen in the root nodules of leguminous plants. ഇതെങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു? നൈട്രോജനേസിനെ ഓക്സിജൻ എക്സ്പോഷറിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നു ആൻഡ് മെയിൻറ്റെയിൻസ് ആൻ അനേറോബിക് എൻവയൺമെന്റ്. അങ്ങനെ നൈട്രോജനേസ് കംപ്ലീറ്റ്ലി ഫങ്ഷണൽ ആണ് ആൻഡ് ദ കൺവേർഷൻ ഓഫ് ഏതിലേക്ക് നമ്മുടെ അറ്റ്മോസ്ഫിയറിക് നൈട്രോജനെ അമോണിയയിലേക്ക് എൻഷോർ ചെയ്യുന്നുണ്ട്. ആ ഈ ഫോർമുലയും ഈക്വേഷനും അറിഞ്ഞിരിക്കുക. നൈട്രജൻ എങ്ങനെയാണ് വിത്ത് ഹെൽപ്പ് ഓഫ് ATP ഇലക്ട്രോൺസ് H+ രണ്ട് മോളിക്യൂൾസ് അമോണിയം ADPയും ഇൻഓർഗാനിക് ഫോസ്ഫേറ്റ് ഒക്കെ ആയിട്ട് കൺവേർട്ടഡ് ആവും. ഇനി എങ്ങനെയാണ് നൈട്രജൻ ഫിക്സ് ചെയ്യുന്നത് എന്നുള്ളൊരു ഡയഗ്രാം ഈസിയർ ആയിട്ട് തന്നിട്ടുണ്ട്. സബ്സ്ട്രേറ്റ് എന്താണ് നമുക്കറിയാം, N2 വിച്ച് ഇസ് ഗ്യാസിന്റെ ഫോമിൽ ഇരിക്കുന്ന N2. ഈ N2ന് എന്ത് പറ്റുന്നു? റിഡക്ഷൻ സംഭവിക്കുന്നു ആൻഡ് ഇതിന്റെ ട്രിപ്പിൾ ബോണ്ടിൽ ഫേസ്റ്റ് ബോണ്ട് ബ്രേക്കേജ് നടന്ന് അവിടെ രണ്ട് ഹൈഡ്രജൻ ആറ്റത്തിനെ കൊണ്ട് ഫിക്സ് ചെയ്തു. ആൻഡ് അഗെയിൻ സെക്കൻഡ് റിഡക്ഷൻ നടന്ന് രണ്ടാമത്തെ ഡബിൾ ബോണ്ടിലെ സെക്കൻഡ് ബോണ്ട് ബ്രേക്കേജ് നടന്ന് അവിടെ അഗെയിൻ Hനെ ആഡ് ചെയ്ത് കൊടുത്തു. അഗെയിൻ തേർഡ് റിഡക്ഷൻ കഴിയുമ്പോൾ ഫൈനലി എങ്ങനെയാവും? ഈ N2 ഇസ് ഫൈനലി ബീങ് കൺവേർട്ടഡ് ടു NH3. അങ്ങനെ അതിന്റെ രണ്ട് മോളിക്യൂൾസ് ആയിട്ട് ഫൈനലി റിലീസ് നടക്കുന്ന പ്രോഡക്ട്സിന്റെ ഇൻ ദ ഫോം ഓഫ് അമോണിയ വിച്ച് ഇസ് 2 മോളിക്യൂൾസ് ഓഫ് അമോണിയ. ഇനി അഗെയിൻ ഇതിലേക്ക് റിലീസ് ആവുന്ന N2ലേക്ക് ഫ്രീ നൈട്രജനേസ് ബൈൻഡ് ചെയ്യുന്നു ആൻഡ് അഗെയിൻ 3 സബ്സീക്വന്റ് റിഡക്ഷൻ നടന്ന് അമോണിയ പ്രൊഡക്ഷൻ നടക്കും. ലൈക് ഹീമോഗ്ലോബിന്റെ ഒരു പിക്ചർ തന്നിട്ടുണ്ട് ഇൻസൈഡ് ദി നോഡ്യൂൾസ്. ഒരു പിങ്ക് കളേർഡ് ആയിട്ടുള്ള പ്രോട്ടീൻ പോലെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി ഫിഫ്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ഹൗ ആർ ദ ടേംസ് critical concentration and deficient different from each other in terms of concentration of an essential element in plants? Can you find the values of critical concentration and deficient for minerals, iron and zinc? So first ചോദിച്ചിരിക്കുന്നത് എന്താണ് critical concentration? ഇന്നലെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്താണ്. എന്താണ്? The concentration below which the plant growth is retarded. അതിനെയാണ് നമ്മൾ critical concentration of an essential element എന്ന് പറയുന്നത്. ഇനി ഈ ക്രിട്ടിക്കൽ കോൺസെൻട്രേഷന് താഴെയാണ് കോൺസെൻട്രേഷൻ ഓഫ് സർട്ടൺ എലിമെന്റ്സ് എങ്കിൽ ആ എലിമെന്റ്സ് ഡെഫിഷ്യന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഡെഫിഷ്യൻസി എപ്പോഴാണ് വരുന്നത് ആൻഡ് ക്രിട്ടിക്കൽ കോൺസെൻട്രേഷൻ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. രണ്ട് എലിമെന്റ്സിന്റെ അയൺ ആൻഡ് സിങ്ക്. സിങ്കിന്റെ കേസിൽ ക്രിട്ടിക്കൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 0.5 to 1% ആണ് ആൻഡ് ലെസ് ദൻ 0.5% ഡെഫിഷ്യന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് അയണിന്റെ കേസിൽ 3.5 to 5% ആണ്. ലെസ് ദൻ 3.5% ആണെങ്കിൽ ഡെഫിഷ്യന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഡെഫിഷ്യൻസിന്റെ എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഇൻ വിച്ച് ദ കോൺസെൻട്രേഷൻ ഓഫ് എൻ എലിമെന്റ് ഇസ് ബിലോ ദി റിക്വയർഡ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ കോൺസെൻട്രേഷൻ ആൻഡ് ഇത് കാരണം സൈൻസ് ഓഫ് ഡെഫിഷ്യൻസി ഇൻ പ്ലാന്റ്സ് നമുക്ക് ഒബ്സർവബിൾ ആയിട്ട് കാണാൻ പറ്റും. ഇനി വാട്ട് ഇസ് ദ ടെക്നിക് ടു ഡിറ്റർമിൻ ക്രിട്ടിക്കൽ കോൺസെൻട്രേഷൻ ആൻഡ് ഡെഫിഷ്യൻസി? എങ്ങനെയാണ്? നമുക്കറിയാം ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞ ടെക്നിക് ഉപയോഗിച്ച് നമുക്ക് എക്സ്റ്റേണലി അഡീഷനും സബ്സ്ട്രാക്ഷനും നടത്താം ഓഫ് ന്യൂട്രിയൻസ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഒരു ന്യൂട്രിയന്റ് റിമൂവ് ചെയ്താൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് ആ ഫ്ലവറിന് അല്ലെങ്കിൽ പ്ലാന്റിന് വരിക. അതിനനുസരിച്ച് ഡെഫിഷ്യൻസി സൈൻസ് ഓഫ് ഈച്ച് എലമെന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി പ്ലാന്റ്സിനെ ഇമ്മേഴ്സ് ചെയ്ത് വെക്കുന്നു ഇൻ ന്യൂട്രിയൻ സൊല്യൂഷൻ ആൻഡ് നമുക്ക് വേണ്ട അല്ലെങ്കിൽ കണ്ടുപിടിക്കേണ്ട എലമെന്റ്സിനെ ഓരോന്നിനെയും ഐദർ ആഡ് ആക്കുന്നു അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ റിമൂവ് ചെയ്ത് കണ്ടുപിടിക്കുന്നു. ആൻഡ് നമ്മൾ ഫൈൻഡ് ഒരു ഐഡിയൽ മിനറൽ സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാണ് വേരിയും കോൺസെൻട്രേഷൻ ഏത് എലമെന്റ് എത്രത്തോളം ഇട്ട് കൊടുത്താൽ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അല്ലെങ്കിൽ റിമൂവ് ചെയ്താൽ പ്രോപ്പർ ഗ്രോത്ത് ഓഫ് പ്ലാന്റ് നടക്കുന്നുണ്ട് എന്നുള്ള കേസസ്. ഇങ്ങനെയാണ് നമ്മൾ ഹൈഡ്രോപോണിക് ടെക്നിക്കിനെ ഡെഫിഷ്യൻസി ഓഫ് എലമെന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. വേറെ വേറെ ഹൈഡ്രോപോണിക് സെറ്റപ്സ് ഉപയോഗിക്കാം. ആൻഡ് ന്യൂട്രിയൻ സൊല്യൂഷൻ എങ്ങനെയാണ്? മസ്റ്റ് ബി ഇൻക്രീസിംഗ് കോൺസെൻട്രേഷൻ ഓഫ് അയൺ കീപ്പിംഗ് ദ കോൺസെൻട്രേഷൻ ഓഫ് അതർ എലിമെന്റ്സ് കോൺസ്റ്റന്റ്. ബാക്കിയുള്ള എലിമെന്റ്സിനെ കോൺസ്റ്റന്റ് വെച്ച് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ട എലിമെന്റിനെ മാത്രം കോൺസെൻട്രേഷൻ ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്ത് കൊണ്ടുവരിക. ആൻഡ് അതർ കണ്ടീഷൻസ് ലൈറ്റ്, എയറേഷൻ ആൻഡ് ടൈപ്പ് ഓഫ് പ്ലാന്റ് എങ്ങനെയായിരിക്കണം ഷുഡ് റിമെയിൻ ദി സെയിം. ഇനി ഡിഫറെന്റ് സെറ്റപ്സിൽ എങ്ങനെയാണ് പെർട്ടിക്കുലർ പാരാമീറ്റർ മാറുന്നതിനനുസരിച്ച് ഗ്രോത്ത് വേരി ചെയ്യുന്നത് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുക. ആൻഡ് ആഫ്റ്റർ എ പീരിയഡ് ഓഫ് ടൈം നമുക്ക് മനസ്സിലാവും സ്പെസിഫിക് കോൺസെൻട്രേഷൻ എത്രത്തോളം വേണം വിത്ത് പ്ലാന്റ് ഷോയിങ് സ്റ്റാൻഡേർഡ് ഗ്രോത്ത്. അതായത് എത്രത്തോളം ഏത് അമൗണ്ടിന് കുറഞ്ഞപ്പോഴാണ് സ്റ്റാൻഡേർഡ് ഗ്രോത്ത് കാണിച്ചത് ആൻഡ് ഏത് അമൗണ്ടിന് മേലേക്കാണ് പ്രോപ്പർ ഗ്രോത്ത് കാണിച്ചത്. ആൻഡ് ഈ വാല്യൂന് എക്സ് ആയിട്ട് എടുക്കുന്നു ആൻഡ് എക്സ് ഗിവ്സ് ദി ഡെഫിഷ്യന്റ് കോൺസെൻട്രേഷൻ വാല്യൂ. അങ്ങനെ നമുക്ക് ക്രിട്ടിക്കൽ കോൺസെൻട്രേഷൻ വാല്യൂ നമുക്ക് ഓരോ എലമെന്റ്സിന്റെയും കണ്ടുപിടിക്കാൻ പറ്റും.
ഇനി 6th question. Carnivorous plants exhibit nutritional adaptation. Citing an example, explain this fact. കാർണിവോറസ് പ്ലാന്റ്സിന്റെ എക്സാമ്പിൾ നമ്മൾ പലതവണ കണ്ടതാണ്. നെപ്പന്തസ്, വീനസ് ഫ്ലൈട്രാപ്പ്, ഡ്രോസീറ. ഇവരെങ്ങനെയാണ്? യൂഷ്വലി നൈട്രജൻ ഡെഫിഷ്യന്റ് സോയിലാണ് അവരെ കാണാൻ പറ്റുക. അവർ ഓൾസോ ദേ ആർ ഓട്ടോട്രോഫിക്. പക്ഷെ ഡെഫിഷ്യന്റ് ആയതുകൊണ്ട് ആ ഡെഫിഷ്യൻസി മീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഓവർകം ചെയ്യാൻ ദേ ഹാവ് ഇവോൾവ് ടു ബി കാർണിവോറസ് അല്ലെങ്കിൽ ഇൻസെക്ടിവോറസ്. അതിന് വേണ്ടിയിട്ടുള്ള മോർഫോളജിക്കൽ മോഡിഫിക്കേഷൻസ് ലൈക്ക് പിറ്റ്ഫോൾസ് അല്ലെങ്കിൽ ട്രാപ്പ് അല്ലെങ്കിൽ സ്റ്റിക്കി മ്യൂക്കസ് അഡാപ്റ്റേഷൻസ് ആയിട്ട് നമുക്ക് ഈ പ്ലാന്റ്സിന് കാണാൻ പറ്റും. which help them to trap insects in order to fulfill their nitrogen requirement, being living in a nitrogen deficient soil. ഇതിനെയാണ് നമ്മൾ ന്യൂട്രീഷണൽ അഡാപ്റ്റേഷൻ എന്ന് വിളിക്കുന്നത്. ഒരു എക്സാമ്പിളും ചോദിച്ചിട്ടുണ്ട്. ആ എക്സാമ്പിൾ ഇവിടെ സൈറ്റ് ചെയ്യുന്നത് ഇസ് ദാറ്റ് ഓഫ് നെപ്പന്തസ് അല്ലെങ്കിൽ പിക്ചർ പ്ലാന്റ്. ഇതിന്റെ ലീഫ് ലാമിന് പിക്ചർ ലൈക്ക് സ്ട്രക്ചർ ആയിട്ട് മോഡിഫൈ ചെയ്ത് നമുക്ക് ഇവിടെ കാണാൻ പറ്റിയ ഒരു പിക്ചർ ലൈക്ക് സ്ട്രക്ചർ. ആൻഡ് ഇതിന്റെ ഉള്ളില് ഇന്നർ സർഫസ് ഓഫ് പിക്ചറിൽ എന്തുണ്ട്? ഡൈജസ്റ്റീവ് എൻസൈംസ് ഉണ്ട്. അപ്പൊ ഇതിന്റെ അടുത്ത് വരുന്ന ഇൻസെക്ട്സ് അടുത്തെത്തുന്നവരും ഇവിടെ ഇതിന്റെ മൗത്തിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? ഈ ലിഡ് എന്ന് പറയുന്ന സാധനം ക്ലോസ് ചെയ്യും. ആൻഡ് ലിഡ് ക്ലോസ് ചെയ്ത് എന്ത് പറ്റും? ഈ ലിഡ് ക്ലോസ് ചെയ്ത് ഈ ഇൻസെക്ട്സിന്റെ ഉള്ളിലേക്ക് വീഴും. ആൻഡ് ഇൻസൈഡ് സർഫസിൽ എന്തുണ്ട്? നമ്മുടെ ഡൈജസ്റ്റീവ് എൻസൈംസ് ഉണ്ട്. ആ ഡൈജസ്റ്റീവ് എൻസൈംസ് വന്ന് ഇൻസെക്റ്റിനെ ഡൈജസ്റ്റ് ചെയ്ത് എടുക്കുന്നു. ആൻഡ് ഫൈനലി the nutrients are derived. ഇനി 7th question. അപ്പോ നമുക്കറിയാം കാൽഷ്യം, മാഗ്നീഷ്യം, അയണിന്റെ സപ്ലൈ കുറഞ്ഞതുകൊണ്ടല്ല ഇവിടെ ഡെഫിഷ്യൻസി. അപ്പൊ അത് കാരണം ഇറ്റ് ഇസ് ബീങ് റെഗുലർലി സപ്ലൈഡ് എന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ സപ്ലൈ ചെയ്തിട്ടും അതിന് ഡെഫിഷ്യൻസി സൈൻസ് കാണിക്കണമെങ്കിൽ നമുക്കറിയാം ഇത് ഏതിന്റെ കേസിലാണ്? മാഗ്നീസ് ടോക്സിസിറ്റിന്റെ കേസിലാണ് ഇത്തരം അവസ്ഥ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിന്റെ റീസൺ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് സജസ്റ്റ് എ വേ ടു ഹെൽപ്പ് ദി ഫാമർ improve the growth of plants. എന്തായിരിക്കും? നമുക്കറിയാം ഈ കേസിൽ കാൽഷ്യം, മാഗ്നീഷ്യം, അയൺ ഡെഫിഷ്യൻസി ഉണ്ടാവുന്നുണ്ട് ഇൻ സ്പൈറ്റ് ഓഫ് പ്രോപ്പർ സപ്ലൈ. കാരണം എന്താ? ഡ്യൂ ടു മാംഗനീസ് ടോക്സിറ്റി. മാംഗനീസ് എന്ത് ചെയ്യുന്നുണ്ട്? it plays an important role in photolysis reaction, water splitting reactions in photosynthesis. However, അതിന്റെ ടോക്സിസിറ്റി വന്നാൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? അയണും മാഗ്നീഷ്യത്തിനോടും അപ്ടേക്കിന് വേണ്ടി കമ്പീറ്റ് ചെയ്യുന്നു, resulting in reduction in their uptake, competes with magnesium for binding to the enzymes. And അങ്ങനെ enzyme inhibit ചെയ്യുന്നു. And finally calcium shoot apexിലെ translocation inhibit ചെയ്യുന്നു. As a result, plant എന്ത് കാണിക്കും? Show deficiency symptoms of calcium, magnesium and iron. ഇനി എങ്ങനെയാണ് നമുക്ക് ഈ ഫാമിനെ ഹെൽപ്പ് ചെയ്യുക ടു ഇംപ്രൂവ് ദി ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആദ്യം ചെയ്യാവുന്നത് മാംഗനീസിന്റെ എമൗണ്ട് എക്സസ് ആണോ എന്ന് കണ്ടുപിടിക്കുക. ആൻഡ് എക്സസ് ആണെങ്കിൽ അതിനെ കമ്പാറ്റ് ചെയ്യാൻ എന്തെങ്കിലും ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഫസ്റ്റ് ഹി മസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് എമൗണ്ട് ഓഫ് മാംഗനീസ് ഇസ് നോട്ട് ഇൻ എക്സസ് ഇൻ ദി സോയിൽ. ഇനി ഇത് നമുക്ക് ഇനി ഫർദർ ഗ്രോത്ത് നമുക്ക് ഇങ്ങനെ ഇംപ്രൂവ് ചെയ്യാന്നുള്ളത് എന്താണ്? മാംഗനീസ് ടോക്സിസിറ്റി എപ്പോഴാണ് റിസൾട്ട് ചെയ്യുന്നത്? ലോ സോയിൽ പി എച്ചിന്റെ കേസിലാണ് മാംഗനീസ് ടോക്സിസിറ്റി കൂടുതൽ കാണുന്നത്. അപ്പൊ നമ്മൾ ഈ അവസ്ഥയെ റിവേഴ്സ് ചെയ്യാൻ നമ്മൾ എന്തെങ്കിലും പി എച്ച് ഇൻക്രീസ് ചെയ്യുന്ന സബ്സ്റ്റൻസസ് ആഡ് ചെയ്യുക, ലൈക്ക് ലൈം അല്ലെങ്കിൽ ഡോളോമൈറ്റ്. ഇനി ദിസ് വിൽ ഹെൽപ്പ് റേസ് ദി സോയിൽ പി എച്ച് അബൌവ് 5.3. അത് ഫസ്റ്റ്. ഇനി ensure that fertilizers further being used have balanced nutrient concentration. അല്ലാണ്ട് ആവശ്യമില്ലാത്ത ന്യൂട്രിയന്റ് കോൺസെൻട്രേഷൻ അതിൽ നിന്ന് പ്രൊവൈഡഡ് ആവുന്നില്ല ടു ദി പ്ലാന്റ്സ് നമുക്ക് എൻഷുർ ചെയ്യാം. ഇനി അത് കൂടാണ്ട് എന്ത് ചെയ്യാൻ പറ്റുക? എക്സസീവ് അമൗണ്ട്സ് ഓഫ് ഓർഗാനിക് മാറ്റർ ഷുഡ് നോട്ട് ബി അപ്ലൈഡ് ടു ദി സോയിൽ. കാരണം എന്താ? എക്സസീവ് എമൗണ്ട് ആഡ് ചെയ്താൽ സോയിലിന്റെ അസിഡിറ്റി കൂടും. അസിഡിറ്റി കൂടുമ്പോൾ ലോ സോയിൽ പി എച്ചിന് റിസൾട്ട് ഉണ്ടാവാം. അങ്ങനെ റിസൾട്ട് ചെയ്യുമ്പോൾ മാംഗനീസ് ടോക്സിറ്റി അഗെയിൻ തിരിച്ചു വരാം. And finally, to avoid problems like the water logging, എങ്ങനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാം ഡ്രെയിനേജ് സിസ്റ്റം അല്ലെങ്കിൽ റേസ് ദി ഹൈറ്റ്സ് ഓഫ് മൗണ്ട്സ് ഓർ റിഡ്ജസ്. വാട്ടർ ലോഗിങ് ആയിട്ടുള്ള അവസ്ഥ ഉണ്ടാവാണ്ടിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാവോ അതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഫാമറിന് നമുക്ക് എങ്ങനെയാണ് ഗ്രോത്ത് ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത്. ലാസ്റ്റ് സെക്ഷൻ ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ദാറ്റ് deficiency of a particular element showed its symptoms initially in older leaves and then in younger leaves. അപ്പോ എന്താണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? Does it indicate that the element is actively mobilized or relatively immobile?
And also name two elements which are highly mobile and two which are relatively immobile. How is this aspect of mobility of elements important to horticulture and agriculture? Same question നമ്മൾ ഇന്നലെയും സോൾവ് ചെയ്തതാണ്. മൊബൈൽ ആൻഡ് ഇമ്മൊബൈൽ എലിമെന്റ്സിന്റെ കേസസിൽ എങ്ങനെ ഡിപ്പെൻഡിങ് അപ്പോൺ ദി പാർട്ട് ഓഫ് പ്ലാന്റ് ഷോയിങ് ഡെഫിഷ്യൻസി സിംറ്റംസ് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് മൊബൈൽ ആൻഡ് ഇമ്മൊബൈൽ. ഇതിൽ ഇമ്മൊബൈലിന്റെ കേസിൽ ഫസ്റ്റ് യങ് ലീവ്സിലും യങ് ടിഷ്യൂസിലും ആയിരിക്കും ഡെഫിഷ്യൻസി സിംറ്റംസ് കാണാൻ പറ്റുക. എക്സാമ്പിൾ കാൽഷ്യം, സൾഫർ. അതെന്താ അവരുടെ പ്രത്യേകത? ദേ ആർ സ്ട്രക്ചറൽ കോമ്പണന്റ് ഓഫ് സെൽ. അതുകൊണ്ട് അവർ ഈസിലി റിലീസ്ഡ് അല്ല, ഈസിലി മൊബിലൈസബിൾ അല്ല. ഇനി മൊബൈൽ എലമെന്റ്സ് ആണെങ്കിൽ ആദ്യം ഓൾഡർ ലീവ്സിൽ കാണാൻ പറ്റും ആൻഡ് ഓൾഡർ ടിഷ്യൂസിലാണ് ഡെഫിഷ്യൻസി സിംറ്റംസ് വരിക. കാരണം അവർ ഈസിലി മൊബിലൈസ്ഡ് ആണ്. പുതിയ ഒരു ഗ്രോത്ത് കാണുമ്പോൾ അപ്പൊ തന്നെ അങ്ങോട്ടേക്ക് ഓടിപ്പോകും നമ്മുടെ മൊബൈൽ എലിമെന്റ്സ്. അതിന്റെ എക്സാമ്പിൾ നൈട്രജൻ, പൊട്ടാഷ്യം, മാഗ്നീഷ്യം. ഇത്രയും കാര്യം ഫസ്റ്റ് ബേസിക്കലി അറിഞ്ഞിരിക്കുക. ഇനി ലോങ് ആൻസർ ടൈപ്പ് നമുക്കറിയാം. ആൻസർ ചെയ്യണമെങ്കിൽ ഇലാബറേറ്റ് ആയിട്ടെല്ലാം പറയണം. അത് നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് എന്താണ് ഈ മൊബൈൽ എലിമെന്റ്സ് എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്ത് വെക്കാം. വിച്ച് കനോട്ട് ആക്റ്റീവ്ലി മൂവ് വിത്തിൻ ദി പ്ലാന്റ്. ഇനി ഇത്തരം എലിമെന്റ്സ് ഡെഫിഷ്യന്റ് അല്ലെങ്കിൽ അൺഅവൈലബിൾ ആയാൽ എന്ത് പറ്റും? ദ ഫ്രാക്ഷൻ അവൈലബിൾ വിത്തിൻ ദി ഓൾഡർ പാർട്സ് ഓഫ് പ്ലാന്റ് വിൽ നോട്ട് ഗെറ്റ് മൊബിലൈസ് ടു ദി യങ്ങർ പ്ലാന്റ്സ്. കാരണം അവര് ഈസിലി റിലീസബിൾ അല്ല, ബീങ് ദി സ്ട്രക്ചറൽ കോമ്പണന്റ്. അങ്ങനെ ഡെഫിഷ്യൻസി സിംറ്റംസ് ആദ്യം ഫസ്റ്റ് യങ്ങർ പ്ലാന്റ്സ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ എന്ത് പറ്റും? ഇതിൽ കാണിച്ചിരിക്കുന്ന elements cannot be mobilized from old leaf to new leaf in case of elements which is a part of structural component of cell like calcium, sulfur. അപ്പൊ ഓൾഡ് ലീഫിലേക്ക് പോവില്ല. ഫ്രം ഓൾഡ് ലീഫ് ന്യൂ ലീഫിലേക്ക് നമുക്ക് മൂവ്മെന്റ് കാണാൻ പറ്റില്ല, മൊബിലൈസേഷൻ കാണാൻ പറ്റില്ല. ഇനി അപ്പൊ എന്ത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം? സിംറ്റംസ് ആദ്യം ഓൾഡർ ലീവ്സിൽ വന്നാല് ആൻഡ് ദെൻ ലാസ്റ്റ് ആണ് യങ് ലീവ്സിൽ വരുന്നെങ്കിൽ ഇറ്റ് ഇസ് ഡ്യൂ ടു ഡെഫിഷ്യൻസി ഓഫ് എ മൊബൈൽ എലമെന്റ് ആൻഡ് the element is actively mobilized and not immobile നമുക്ക് പറയാൻ പറ്റും. എക്സാമ്പിൾസ് എന്താണ് മൊബൈൽ എലമെന്റ്സിന്റെ? നൈട്രജൻ, പൊട്ടാഷ്യം, മാഗ്നീഷ്യം ഒക്കെ മൊബൈൽ എലമെന്റ്സിന്റെ എക്സാമ്പിൾ ആയിട്ട് വരും. വിച്ച് കൻ ആക്റ്റീവ്ലി മൂവ് വിത്തിൻ ദി പ്ലാന്റ്. ഇനി ഇമ്മൊബൈൽ എലമെന്റ്സിന്റെ എക്സാമ്പിൾസ് ആയിട്ട് എന്തൊക്കെ പറയാൻ പറ്റും? വിച്ച് കനോട്ട് ആക്റ്റീവ്ലി മൂവ് വിത്തിൻ ദി പ്ലാന്റ്, അതായത് കാൽഷ്യം ആൻഡ് സൾഫർ. ഇനി ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താ? ഫൈൻഡിങ് ദി കോസ് ഓഫ് ഡെഫിഷ്യൻസി ഡിസീസസ് particularly difficult. അതുകൊണ്ട് നമുക്ക് ഈ മൊബിലിറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ നേച്ചർ ആൻഡ് കോസ് ഓഫ് ഡിസീസ് can be found out easily by the agriculturist and horticulturist. ഇതാണ് അഗ്രികൾച്ചറിന്റെയും ഹോർട്ടിക്കൾച്ചറിന്റെയും രീതിയിൽ ഇതിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് പറയാൻ പറ്റും. നമ്മള് 3 സബ്ഡിവിഷനും 2 സബ്ഡിവിഷനും ആൻസർ ചെയ്തു. ആൻഡ് അലോങ് വിത്ത് തേർഡ് ക്വസ്റ്റ്യൻ ആക്റ്റീവ്ലി മൊബിലൈസ്ഡ് ആണ്, റിലേറ്റീവ്ലി ഇമ്മൊബൈൽ ആണ് നമുക്കിപ്പോ നോക്കാൻ അറിയാം. ആൻഡ് അതിന്റെ എക്സാമ്പിൾസ് നെയിം ചെയ്യാൻ നമുക്കറിയാം. ആൻഡ് എങ്ങനെയാണ് ഹോർട്ടിക്കൾച്ചറിനും അഗ്രികൾച്ചറിനും ഈ ആസ്പെക്ട് ഓഫ് മൊബിലിറ്റി ഇമ്പോർട്ടന്റ് എന്ന് നമുക്ക് നോക്കാൻ അറിയാം. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാണെങ്കിൽ വി ഫൈൻഡ് ദാറ്റ് റൈസോബിയം ഫോംസ് നോഡ്യൂൾസ് ഓൺ റൂട്ട്സ് ഓഫ് ലെഗ്യൂമിനസ് പ്ലാന്റ്സ്. ഓൾസോ Frankia, another microbe, forms nitrogen fixing nodules on the roots of non-leguminous plants. Alnus. Can we artificially induce the property of nitrogen fixation in a plant, leguminous or non-leguminous? What kind of a relationship is observed between mycorrhiza and pine trees? Is it necessary for a microbe to be in close association with a plant to provide mineral nutrition? Explain with the help of one example. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതാണ് എന്ത്? നമുക്കറിയാം റൈസോബിയം എന്ന് പറഞ്ഞ ബാക്ടീരിയ നോഡ്യൂൾസ് ഫോം ചെയ്യുന്നുണ്ട് ഇൻ ദി റൂട്ട്സ് ഓഫ് ലെഗ്യൂമിനസ് പ്ലാന്റ്സ് ലൈക്ക് സോയാബീൻ. ഇനി ഇത് കൂടാണ്ട് നമുക്ക് ഫ്രാങ്കിയ എന്ന് പറയുന്ന മറ്റൊരു മൈക്രോബിനെ അറിയാം. ഇതും നൈട്രജൻ ഫിക്സിംഗ് നോഡ്യൂൾസ് ഉണ്ടാക്കുന്നുണ്ട് ഇൻ നോൺ ലെഗ്യൂമിനസ് പ്ലാന്റ്. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. ആൽനസ് ബീങ് നോൺ ലെഗ്യൂമിനസ്, അതിന്റെ റൂട്ടിൽ നോഡ്യൂൾസ് ഉണ്ടാക്കുന്ന ബാക്ടീരിയയാണ് ഫ്രാങ്കിയ. അപ്പൊ ഫ്രാങ്കിയും ആൽനസും തമ്മിലൊരു സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ആർട്ടിഫിഷ്യലി നമുക്ക് ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റുമോ ദി പ്രോപ്പർട്ടി ഓഫ് നൈട്രജൻ ഫിക്സേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ നൈട്രജൻ ഫിക്സേഷൻ പ്ലാന്റ്സിന് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ് അതിന്റെ കാരണം, അല്ലെങ്കിൽ വാട്ട് ഈസ് റെസ്പോൺസിബിൾ ഫോർ നൈട്രജൻ ഫിക്സേഷൻ ഇൻ പ്ലാന്റ്സ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും നൈട്രജൻ ഫിക്സേഷന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് അതിന്റെ ജീൻ റെസ്പോൺസിബിൾ ഫോർ നൈട്രജൻ ഫിക്സേഷൻ. അപ്പോ അതിനെ നമ്മൾ നൈട്രജൻ ഫിക്സിംഗ് ജീൻ എന്ന് വിളിക്കാം. നൈട്രജൻ ഫിക്സിംഗ് ജീൻ എന്ന് വിളിക്കാം. ആൻഡ്
ഇതിനെ നിഫ് ജീൻ എന്ന് നമ്മൾ പറയും. അപ്പോ ഒരു ജീൻ ലെവലില് നമുക്ക് ഒരു പ്ലാന്റിനെ ട്രാൻസ്ഫോം ചെയ്ത് നൈട്രജൻ ഫിക്സേഷൻ കോസ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് ജനറ്റിക് എഞ്ചിനീയറിംഗ് കൊണ്ടേ പറ്റുള്ളൂ. ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി നമ്മൾ എന്ത് ചെയ്തു, നമ്മള് ലെഗ്യൂമിനസ് നോൺ ലെഗ്യൂമിനസ് പ്ലാന്റ്സിൽ ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി നമ്മളെ ജീൻ ട്രാൻസ്ഫോം ചെയ്ത് നോർമൽ ജീൻസിനെ നിഫ് ജീൻസ് ആയിട്ട് ആക്കണം. അതായത് നമ്മൾ ബാക്ടീരിയയിൽ നിന്ന് നിഫ് ജീൻസ് പ്ലാന്റിലേക്ക് എത്തിക്കുക വിത്ത് ഹെൽപ്പ് ഓഫ് TI പ്ലാസ്മിഡ്. TI പ്ലാസ്മിഡ് നമുക്ക് എവിടെ നിന്ന് കിട്ടും? Agrobacterium tumefaciens. ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി ബാക്ടീരിയയിൽ നിന്ന് നമുക്ക് വേണ്ട ജീൻ ട്രാൻസ്ഫോം ചെയ്ത് പ്ലാന്റിലേക്ക് എത്തിക്കുക വിത്ത് ഹെൽപ്പ് ഓഫ് എ പ്ലാസ്മിഡ്. അങ്ങനെ ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി നമുക്കിത് നടത്താൻ പറ്റും, അതായത് ആർട്ടിഫിഷ്യലി ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, വാട്ട് കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ഇസ് ഒബ്സർവ്ഡ് ബിറ്റ്വീൻ മൈക്രോറൈസ ആൻഡ് പൈൻ ട്രീസ്. അങ്ങനെയാണ്, അതൊരു മ്യൂച്വലിസ്റ്റിക് ആയിട്ടുള്ള സിംബയോട്ടിക് അസോസിയേഷൻ ആണ്. ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ഇസ് ഇറ്റ് നെസസറി ഫോർ എ മൈക്രോബ് ടു ബി ഇൻ ക്ലോസ് അസോസിയേഷൻ വിത്ത് എ പ്ലാന്റ് ടു പ്രൊവൈഡ് മിനറൽ ന്യൂട്രീഷൻ? എക്സ്പ്ലെയിൻ വിത്ത് ഹെൽപ്പ് ഓഫ് വൺ എക്സാമ്പിൾ. ക്ലോസ് അസോസിയേഷൻ, അതായത് മൈക്രോബ് മസ്റ്റ് ബി ഇൻ ക്ലോസ് അസോസിയേഷൻ വിത്ത് എ പ്ലാന്റ് ഫോർ പ്രൊവൈഡിങ് ന്യൂട്രിയൻസ്. അതിന്റെ ആൻസർ യെസ് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് അതിന്റെ കാരണം എന്തെന്ന് പറയാൻ പറ്റും, മൈക്രോബിന് must have some morphological connection to the plant part. എന്നാലേ ട്രാൻസ്പോർട്ട് ടു ആൻഡ് ഫ്രോ ഓഫ് ന്യൂട്രിയൻസ് നമുക്ക് പോസിബിൾ ആയിട്ട് നടത്തുള്ളൂ. ഇനി മൈക്രോബ് ഓൾസോ ഗെറ്റ്സ് ബെനിഫിറ്റ്സ് ഫ്രം ദി പ്ലാന്റ്. കാരണം എങ്ങനെയാ, മൈക്രോബ്സിനും വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ തിരിച്ചു കിട്ടുന്നുണ്ട്. ആൻഡ് ഇത് നടക്കണമെങ്കിൽ എന്തെന്നെ ചെയ്യണം, ഓൺലി ദ മൈക്രോബ് സ്റ്റേസ് ഇൻസൈഡ് ഓർ ഓൺ ദി പ്ലാന്റ്. അപ്പൊ എന്ത് പറയാൻ പറ്റും, ക്ലോസ് അസോസിയേഷൻ ഇസ് നെസസറി ഫോർ എ മൈക്രോബ് to be with the plant for providing nutrients. ഇനി ഇതിന്റെ എക്സാമ്പിളും ചോദിച്ചിട്ടുണ്ട്. എക്സാമ്പിൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, നൈട്രജൻ ഫിക്സേഷൻ ബൈ റൈസോബിയം ഇൻ റൂട്ട്സ് ഓഫ് ലെഗ്യൂമിനസ് പ്ലാന്റ്സ്. ഇനി ഫോളോയിങ് സ്റ്റെപ്സ് ക്യാൻ ടേക്ക് പ്ലേസ്. അതെന്തൊക്കെയാണ്, ലെഗ്യൂമിനസ് പ്ലാന്റ്സിൽ ചില കെമിക്കൽസ് ഉണ്ട്. ആ കെമിക്കൽസ് നമ്മുടെ സോയിലുള്ള ബാക്ടീരിയ റൈസോബിയത്തിനെ അട്രാക്ട് ചെയ്യുന്നു. ആ കെമിക്കൽസിന് പുറകെ വന്ന റൈസോബിയം റൂട്ട്സിന്റെ അറൌണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങും. ആൻഡ് ദിസ് ഇൻഡ്യൂസസ് റൂട്ട് ഹെയർ ടു കേൾ ഇൻസൈഡ്. ആൻഡ് ഒരു ഇൻഫെക്ഷൻ ത്രെഡ് ഇസ് ഫോംഡ് ഇൻ ടു ദി കോർട്ടക്സ് ഓഫ് ദി റൂട്ട്. ഇനി ഈ ഇൻഫെക്റ്റഡ് കോർട്ടിക്കൽ സെൽസ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ തുടങ്ങും ഇൻടു നോർമൽ സെൽസിൽ നിന്ന് അവർ പതുക്കെ നൈട്രജൻ ഫിക്സിംഗ് സെൽസ് ആവും. ആൻഡ് ഈ സൈറ്റ്സ് ഓഫ് ഇൻഫെക്ഷൻ ആണ് നമ്മൾ നൊഡ്യൂൾസ് എന്ന് വിളിക്കുന്നത്. ഈ നൊഡ്യൂൾസ് ആർ ഫോംഡ് ഇൻ ദി സൈറ്റ്സ് ആൻഡ് ദേ എസ്റ്റാബ്ലിഷ് വാസ്കുലർ കണക്ഷൻസ്. എക്സ്റ്റേണൽ കണക്ഷൻസ് മാത്രമല്ല വാസ്കുലർ കണക്ഷൻസും അവർ ഡെവലപ്പ് ചെയ്യുന്നു. ആൻഡ് ബാക്ടീരിയ ഇൻഹാബിറ്റിംഗ് ദ നൊഡ്യൂൾസ് എന്ത് ചെയ്യുന്നു, നൈട്രജൻ ഫിക്സേഷൻ പെർഫോം ചെയ്യുന്നു. ആൻഡ് ഈ നൈട്രജൻ ഡെറിവേറ്റീവ്സിനെ ഡിസ്ചാർജ് ചെയ്യുന്നു ഇൻ ടു ദി വാസ്കുലർ സിസ്റ്റം. നമ്മൾ ഓൾറെഡി പറഞ്ഞ വാസ്കുലർ കണക്ഷൻ ഉണ്ട്. വയ ദീസ് കണക്ഷൻസ് നമ്മുടെ nitrogen derivatives are being discharged and then they get transported throughout the plant through xylem. And ഇത് കാണുന്നതുകൊണ്ട് നമുക്ക് സ്പെസിഫിക് മോർഫോളജിക്കൽ കണക്ഷൻസ് ആർ റിക്വയർഡ് ഫോർ സിംബയോട്ടിക് അസോസിയേഷൻ ടു ഫംഗ്ഷൻ നമുക്ക് പറയാൻ പറ്റും. അതിന്റെ ഒരു ഡയഗ്രം തന്നിട്ടുണ്ട്, റൂട്ട് ഹെയർ തന്നിട്ടുണ്ട്, അത് കേൾ ഇൻ ചെയ്യുന്നു ഇൻ ദി പ്രസൻസ് ഓഫ് റൈസോബിയം ബാക്ടീരിയ. ആൻഡ് ഫൈനലി ഒരു ഇൻഫെക്ഷൻ ത്രെഡ് പോലെ ഫോം ചെയ്ത് ആ ത്രെഡ് വഴി വാസ്കുലർ കണക്ഷൻസ് ഫോം ചെയ്ത് നമ്മുടെ റൈസോബിയം facilitates its entry into the nitrogen fixing cells അല്ലെങ്കിൽ nodules. ഇത്രയാണ് സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ. ലോങ് ആൻസർ ടൈപ്പിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ വരെ നമ്മൾ സോൾവ് ചെയ്തു. തേർഡ് ക്വസ്റ്റ്യൻ തൊട്ട് പാർട്ട് 3 നമ്മൾ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.